ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ്ഭഗവത്ഗീത 1-ാം അധ്യായം 5-ാം ശ്ലോകം. ഇവിടെ കർമ്മയോഗത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നത്. കർമ്മം ചെയ്യാതിരിക്കുന്നത് അല്ല സന്യാസം. കർമ്മത്തെ ഉപേക്ഷിച്ചാൽ അത് സന്യാസമാകത്തില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് കർമ്മത്തെ ഉപേക്ഷിക്കുന്നത് സന്യാസമാകുന്നില്ല എന്നാണ് അടുത്ത് പറയുന്നത്. നഹി കശ്ചിത് ക്ഷണമപി ജാതോതിഷ്ഠത്യ കർമ്മകൃത് കാര്യതേ ഹ്യവശത് കർമ്മ സർവപ്രകൃതിജൈർഗുണൈഃ. കസ്മാത് പുനഃ കാരണാത് കർമ്മസന്യാസമാത്രാദേവ കേവലാ ജ്ഞാനരഹിത സിദ്ധിം നൈഷ്കർമ്മ്യലക്ഷണാം പുരുഷോ നാധിഗച്ഛതി ഇതി ഹേത്വാകാംക്ഷായാം ആഹ നഹീതി. കസ്മാത് പുനഃ കാരണാത് കർമ്മസന്യാസമാത്രാദേവ കേവല. ബാഹ്യമായിട്ടുള്ള കർമ്മത്യാഗം, കർമ്മം ചെയ്യണ്ട എന്ന് കരുതുക, അതെങ്ങനെ? ജ്ഞാനരഹിത കേവല. അവിടെ വിവേകമില്ലാതെ ഒരുവൻ കർമ്മത്തെ ഉപേക്ഷിക്കുന്നു. സിദ്ധിം നൈഷ്കർമ്മ്യ ലക്ഷണാം പുരുഷോ നാധിഗച്ഛതി. അതുകൊണ്ട് നൈഷ്കർമ്മ്യം, ആത്മസ്വരൂപസ്ഥിതി, അതിനെ ഒരുവന് പ്രാപിക്കാൻ സാധ്യമല്ല. ഇക്കാരണത്തിൽ എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല? കർമ്മത്തെ ഉപേക്ഷിക്കുന്നതുകൊണ്ട് ഇത് ഹേത്വാകാംക്ഷായാം ആഹ. ഹേത്വാകാംക്ഷ വരും. എന്തുകൊണ്ടത് സാധിക്കുന്നില്ല? അതിന് സമാധാനമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നഹി നഹി യസ്മാത് ക്ഷണമപി കിഞ്ചിത് കാലം ജാതു കദാചിത് കശ്ചിത് തിഷ്ഠതി അകർമ്മകൃത്സൻ. ആരും തന്നെ ക്ഷണമപി, ഒരു ക്ഷണം പോലും, ജാതു കദാചിത്, ഒരിക്കലും, അകർമ്മകൃത്, കർമ്മം ചെയ്യാത്തവനായി നിൽക്കുന്നില്ല. അത് പ്രകൃതിയുടെ ഒരു നിയമത്തെ പറയുകയാണ്. ഈ ലോകത്തിൽ ഒരു പ്രാണിക്കും, ഒരു ജീവിക്കും ഒരു ക്ഷണം പോലും കർമ്മം ചെയ്യാതെ നിൽക്കാൻ സാധ്യമല്ല എന്നാണ്. കസ്മാത്, എന്തുകൊണ്ട്? കാര്യതേ പ്രവർത്തിയതേ ഹി യസ്മാത് അവശഃ ഏവ അസ്വതന്ത്ര ഏവ കർമ്മ സർവ പ്രാണി പ്രകൃതിജൈഃ പ്രകൃതിതഃ ജാതൈഃ സത്വരജസ്തമോഭി ഗുണൈഃ. കാര്യതേ പ്രവർത്തിയതേ യസ്മാത്, സർവരും കർമ്മത്തിലേക്ക് പ്രവർത്തിപ്പിക്കുകയാണ്. സർവരും കർമ്മം ചെയ്യാൻ നിർബന്ധിതരായിരിക്കുന്നു. എങ്ങനെ? അവശേവ അസ്വതന്ത്രേവ, അസ്വതന്ത്രരായിട്ട്. എന്നുവെച്ചാൽ സ്വേച്ഛയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്നിടത്ത് വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട്. തന്റെ പ്രവൃത്തിയെ സ്വന്തം അറിവും ഇച്ഛയും നിയന്ത്രിക്കുന്നിടത്ത്. പക്ഷെ കർമ്മത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവശൈവ അസ്വതന്ത്രയോ, അസ്വതന്ത്രരായിട്ട്. കാരണം സർവപ്രാണികളും, അത് മനുഷ്യരെ മാത്രം ഉദ്ദേശിച്ച് പറയുകയല്ല, എല്ലാ പ്രാണികളും പ്രകൃതിജൈഃ പ്രകൃതിതോ ജാതൈഃ സത്വരജസ്തമോഭി ഗുണൈഃ. ഈ പ്രകൃതിയിൽ നിന്നും ഉണ്ടായതായ സത്വരജസ്തമോ ഗുണങ്ങളെ കൊണ്ട് സർവരും അവശരായി സദാസമയവും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ പ്രകൃതിയിൽ നിന്നും ഉണ്ടായ ഗുണങ്ങൾ എന്ന് പറഞ്ഞു. പ്രകൃതി തന്നെ ഗുണങ്ങൾ കൂടിച്ചേർന്നാണ്.
സത്വരജസ്തമോ ഗുണങ്ങൾ കൂടിച്ചേരുന്നതാണ് പ്രകൃതി. എന്നാലും അത് മൂലപ്രകൃതി. ജീവപ്രകൃതി എന്ന് പറയുമ്പോൾ ആ മൂലപ്രകൃതിയുടെ പരിണാമമാണ്, ജീവന്റെ പ്രകൃതിയായിരിക്കുന്നു. സത്വരജസ്തമോ ഗുണങ്ങളുടെ പരിണാമരൂപത്തിൽ ആ ഗുണങ്ങൾ ജീവനെ പ്രേരിപ്പിക്കുന്നത് വാസനാരൂപത്തിൽ. അതുകൊണ്ടാണ് പ്രകൃതിയിൽ നിന്നും ഉണ്ടായ ഗുണങ്ങൾ. പ്രകൃതി, മൂലപ്രകൃതി, സത്വരജ തമോരൂപത്തിലുള്ള മൂലപ്രകൃതി പരിണമിച്ച് അത് ജീവന്റെ ഉപാധിയായി തീരുമ്പോൾ അവിടെ ആ ഗുണങ്ങൾ വാസനാരൂപത്തിലിരുന്നുകൊണ്ട് പൂർവാർജിതമായ വാസനാരൂപത്തിൽ പരിണമിച്ചിരിക്കുകയാണ്. അങ്ങനെ പരിണമിച്ചിരുന്നുകൊണ്ട് എല്ലാ ജീവന്മാരെയും തനിക്ക് അധീനമാക്കി, ആ വാസനയ്ക്ക് അധീനമാക്കി അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു. ഇതിനൊന്നും ആർക്കും സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും കർമ്മത്തെ ത്യജിക്കുക എല്ലാമുള്ള ഒരു ജീവന് സാധ്യമേ അല്ല. പിന്നെ എങ്ങനെയാണ് കർമ്മത്യാഗം? അതുകൊണ്ടാണ് പറഞ്ഞത് കർമ്മത്യാഗം കൊണ്ട്, അല്ലെങ്കിൽ കർമ്മത്തെ ത്യജിക്കുന്നത് സന്യാസമല്ല എന്ന് പറഞ്ഞത്. കാരണം അത് അസാധ്യമാണ്. ശരീരവും അന്ധകരണവും ഉള്ളിടത്തോളം കാലം അവിടെ വാസനകളും ഉണ്ടായിരിക്കും. ആ വാസനകൾ എപ്പോഴും പ്രവൃത്തിക്ക് പ്രേരകമായി ഒരുവന്റെ ഉള്ളിൽ ഇരിക്കും. അതിനെ എങ്ങനെ പ്രവൃത്തി ഒഴിവാക്കാൻ പറ്റും? പ്രവൃത്തി ഒഴിവാക്കാൻ പറ്റത്തില്ല. പിന്നെ ബലാത്കാരമായി ഒരുവന് ചെയ്യാവുന്നത് എന്താണ്? സന്യാസം കൊണ്ട് സാധിക്കുന്നത് ചില പ്രവൃത്തികളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാം, അത്രയും സാധിക്കും. പക്ഷെ പ്രവൃത്തിയിൽ നിന്നും പൂർണ്ണമായി ഒഴിയാൻ പറ്റത്തില്ല. പ്രവൃത്തി സന്യാസം സ്വീകരിക്കുന്നു, ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ സന്യസിക്കും. ഗാർഹസ്ഥ്യം എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയെ അവൻ ഒഴിവാക്കാം, അത്രയും കഴിയും. ഗൃഹസ്ഥധർമ്മത്തെ അവൻ ഒഴിവാക്കാം, മറിച്ച് പ്രവൃത്തികളെ പാടെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അവൻ വീണ്ടും പോയി ആശ്രമത്തിൽ പോകുന്നു, സന്യാസിയാകുന്നു. അവിടെയും അവൻ ഗൃഹസ്ഥനെ പോലെയുള്ള പ്രവൃത്തികൾ തന്നെ ചെയ്യുന്നു. ഗൃഹസ്ഥധർമ്മമല്ല. അതുകൊണ്ടാണ് സന്യാസിമാർക്ക് ഏത് ധർമ്മങ്ങളെ നിശ്ചയിച്ചിരിക്കുന്നു, ഇന്ന ധർമ്മങ്ങൾ അനുഷ്ഠിക്കും. അവിടെയും ധർമ്മമുണ്ട്. അതിനാണ് നമ്മൾ പറയുന്ന ആശ്രമധർമ്മം. ആശ്രമധർമ്മമെന്നും വർണ്ണധർമ്മമെന്നും രണ്ടുണ്ട്. ആശ്രമധർമ്മങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന അതാണ് സന്യാസിക്കുകൊണ്ട് ധർമ്മം. അപ്പൊ ബാഹ്യമായി കർമ്മം ത്യജിക്കുക എന്ന് പറയുന്ന ആർക്കും സാധ്യമേ അല്ല. ഇവിടെ അർജുനനോട് പറയുന്നത് എന്താണ്? അർജുനൻ തന്റെ സ്വധർമ്മമായിരിക്കുന്ന യുദ്ധത്തെ ത്യജിക്കാൻ ആഗ്രഹിക്കുകയാണ്. പറയുന്നു പ്രകൃതി തന്നെ നിന്നെ ഈ പ്രവൃത്തി ചെയ്യിപ്പിക്കും. ഇതല്ലെങ്കിൽ മറ്റൊരു പ്രവൃത്തി. വീട് ഉപേക്ഷിച്ചാൽ ആശ്രമം. എവിടെയായാലും പ്രവൃത്തി അവന്റെ കൂടെ തന്നെ കാണും. പ്രവൃത്തി ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, വീട് ഉപേക്ഷിക്കാൻ പറ്റും, ഭാര്യയും മക്കളെയൊക്കെ ഉപേക്ഷിക്കാൻ പറ്റും. പക്ഷെ പ്രവൃത്തിയെ വേറെ തരത്തിൽ പ്രവൃത്തി അവന്റെ മുന്നിൽ വരും. അതുകൊണ്ട് കർമ്മസന്യാസം അങ്ങനെ ബാഹ്യമായി ചെയ്യാവുന്നുള്ള ഒന്നും അല്ല. അതാണ് പറയുന്നതിന്റെ താല്പര്യം. അത് ഒരു കർമ്മത്തെ നമുക്ക് മാറ്റി വയ്ക്കാവുന്നുള്ളതേ ഉള്ളൂ, വേറൊരു കർമ്മത്തെ സ്വീകരിക്കുക. അല്ലാതെ കർമ്മത്തെ ഉപേക്ഷിക്കുക ആർക്കും തന്നെ. കാരണം സത്വരജസ്തമോ ഗുണങ്ങൾ സംസ്കാര രൂപത്തിൽ ജീവന്റെ ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം ആ കർമ്മത്തെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല. ചില സംശയിക്കുമ്പോൾ ജ്ഞാനം കൊണ്ടാണെങ്കിലോ, തത്വജ്ഞാനികൾ അപ്പൊ അവരും അവശരായി കർമ്മം ചെയ്യുകയാണോ? അപ്പോൾ തത്വജ്ഞാനികൾ ലോകക്ഷേമകരമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ
ആശ്രമം സ്ഥാപിക്കുക, ഗ്രന്ഥങ്ങൾ രചിക്കുക, ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കുക, ധർമ്മ സംരക്ഷണത്തിന് വേണ്ട പ്രവൃത്തികൾ ചെയ്തെല്ലാം കാണുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമ്മൾ എന്താണ് പറയുന്നതിന് പ്രാരബ്ധത്തിന് അധീനം. അതും പ്രാരബ്ധത്തിന് അധീനമാണ്. ആ പ്രവൃത്തികളും മറ്റെന്തോ ഒന്നിന് അധീനമാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് അവശഃ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രാരബ്ധത്തിന് അനുകൂലമായി പ്രവർത്തിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ പ്രാരബ്ധത്തിന് അതിന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് സത്വരജസ്തമോ ഗുണങ്ങൾ. അത് തന്നെ ഈ പ്രാരബ്ധം എന്ന് പറയുന്നത്. അവിടെയും പ്രവൃത്തി, ബാഹ്യമായി കാണപ്പെടുന്ന പ്രവൃത്തി, ആ പ്രവൃത്തിയുടെ നിയമം അനുസരിച്ച് തന്നെ, ഗുണങ്ങൾക്കനുസരിച്ച് തന്നെയാണ് പ്രവൃത്തി. അപ്പൊ പിന്നെ അജ്ഞനും ജ്ഞാനിയും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു. സർവപ്രാണികളും എന്നിവിടെ ഭാഷ്യകാരൻ പറഞ്ഞു. സർവപ്രാണികളും പ്രാരബ്ധത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പിന്നെ തത്വജ്ഞാനം കൊണ്ടെന്താ പ്രയോജനം? അത് നേരത്തെ തന്നെ ഭാഷ്യകാരൻ സമാധാനം പറഞ്ഞിട്ടുണ്ട്. തത്വജ്ഞാനിയുടെ നിലയിൽ നിന്നുകൊണ്ട് അതിനെ പ്രവൃത്തിയായി ഗണിക്കുന്നില്ല. അജ്ഞന്റെ ദൃഷ്ടിയിൽ കാണുന്ന കർമ്മങ്ങൾ, പ്രവൃത്തികൾ, ഗുണാധീനങ്ങളായ പ്രവൃത്തികൾ തത്വജ്ഞാനിയുടെ ദൃഷ്ടി, അതാണ് ജ്ഞാനത്തിന്റെ മഹത്വം. ജ്ഞാനിയുടെ ആ പ്രവൃത്തികളെ, കർമ്മത്തെ കർമ്മമായി ഗണിക്കാൻ പാടില്ല എന്ന് നേരത്തെ പറഞ്ഞു. അല്ലെങ്കിൽ എങ്ങനെയാണോ ഈ പ്രവൃത്തികൾ ഗുണാധീനമായ അസ്വതന്ത്രമായിരിക്കുന്ന പ്രവൃത്തികൾ മറ്റു ജീവന്മാരെ ബന്ധിക്കുന്നത്, അതുപോലെ ഈ പ്രവൃത്തികൾ തത്വജ്ഞാനി ബന്ധിക്കുന്നില്ല. അതാണ് വ്യത്യാസം. ഇതാണ് പ്രവൃത്തിയുടെ തലത്തിൽ. കർമ്മത്തിന്റെ തലത്തിൽ പ്രവൃത്തിയുടെ, കർമ്മത്തിന്റെ ആ നിയമത്തെ, പ്രകൃതിയുടെ നിയമത്തെ അത് ആരായാലും അനുസരിച്ചേ പറ്റൂ. അവിടെ ഒരു കാര്യം കാണുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം പിന്നിലുണ്ടായിരിക്കും. പ്രവൃത്തി കാണുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വാസന, ഗുണങ്ങൾ അവിടെ പ്രവർത്തിച്ചിരിക്കും. അതുകൊണ്ട് കർമ്മം ചെയ്യാതിരിക്കുക ബാഹ്യമായി. ഇത് പറയുന്നത് ഒരു സാധകനെ ഉദ്ദേശിച്ചിട്ടാണ്. പുറമേ പ്രവൃത്തി ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സന്യാസമാകും എന്ന് ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതിന്റെ തുടക്കത്തിലേ പറഞ്ഞു, അതാണ് ജ്ഞാനം സന്യാസ ലക്ഷണം. സന്യാസം ജ്ഞാനം കൊണ്ടേ സാധ്യമാകും. ബാഹ്യമായ ത്യാഗം കൊണ്ട് സന്യാസം ഒരിക്കലും സാധ്യമല്ല. സന്യാസത്തെ ഒരു ഉപായമായി നിർദ്ദേശിച്ചിട്ടുണ്ട് ശാസ്ത്രങ്ങളിൽ, അത് മനസ്സിലാക്കും. അവിടെ ഒരു ഉപായമായി നിർദ്ദേശിക്കുന്നത് ബാഹ്യമായ ത്യാഗം തന്നെ. ആ ത്യാഗം എന്ന് പറയുന്നത് ഗൃഹസ്ഥാശ്രമത്തിന്റെ ത്യാഗം. അതാണ് സന്യാസത്തില് ബാഹ്യമായിട്ടുള്ള ത്യാഗം. ഗൃഹസ്ഥാശ്രമ ത്യാഗം രൂപത്തിലുള്ള സന്യാസം, ആ സന്യാസം കൊണ്ട് ഇവിടെ പൂർണ്ണമായ കർമ്മത്യാഗം സംഭവിക്കുന്നില്ല. അങ്ങനെ വരുന്നിടത്തും സന്യാസി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ് സംസ്കാരം അനുസരിച്ച്. അങ്ങനെ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനായി വരുമ്പോൾ, അവശനായി പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ അയാൾ സത്കർമ്മങ്ങൾ അയാൾ പ്രവർത്തിക്കേണ്ടി വരുന്നു. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ് യജ്ഞോദാന തപസ് ചെയ്യുന്നു. യജ്ഞദാന തപസ്സുകൾ, സത്കർമ്മങ്ങൾ അയാൾ ചെയ്യുന്നു. അപ്പൊ സത്കർമ്മങ്ങളുടെ ത്യാഗം സന്യാസിക്ക് പാടില്ല. അതാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. കർമ്മസന്യാസം എന്ന് പറഞ്ഞ് സത്കർമ്മങ്ങളുടെ ത്യാഗം ഒരിക്കലും പാടില്ല. അതിങ്ങനെ പറയാൻ കാരണം, സന്യാസം എന്നുള്ള രീതിയിൽ സന്യാസിമാര് ആണെന്നുള്ള അഭിമാനത്തോടുകൂടി ഒരുപാട് പേര് ഇങ്ങനെ ഭാണ്ഡക്കെട്ടുമായി ചുറ്റിക്കറങ്ങി കിടക്കുന്നുണ്ട്. ആണ് സന്യാസം
അന്നവസ്ത്രാദികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ചെന്നുമുട്ടി ഇങ്ങനെ നടക്കുന്നു. ഇതൊന്നും സന്യാസമല്ല. ഒരു തമാശയ്ക്ക് അതൊക്കെ കൊള്ളാം കുറച്ച് ദിവസത്തേക്ക്. അതൊന്നും ഒരിക്കലും സന്യാസമാകത്തില്ല. സന്യാസത്തിന്റെ പൂർണ്ണത അത് ജ്ഞാനം കൊണ്ടേ സാധ്യമാകും. അതാണ് ഇവിടെ പറഞ്ഞത് കേവലാത് ജ്ഞാനരഹിത. ജ്ഞാനരഹിതമായൊരു സന്യാസം, അങ്ങനെ ഒരു സന്യാസം ഇല്ല. തത്വജ്ഞാനം കൊണ്ട് മാത്രമേ സന്യാസം സാധ്യമാകത്തുള്ളൂ. അവിടെയും സത്കർമ്മങ്ങളുടെ ത്യാഗം ഇല്ല, സന്യാസത്തിലില്ല. നമ്മൾ സന്യാസം സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എല്ലാം ചില പാരമ്പര്യമായി ആചാര്യന്മാർ ചെയ്തു വച്ചിട്ടുള്ള ചില വ്യവസ്ഥകളാണ് സന്യാസം സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നത്. അവിടെയും സത്കർമ്മങ്ങളുടെ ത്യാഗം ഇല്ല എന്നാണ്. ഇത് 12ാം അധ്യായത്തിൽ വീണ്ടും ചർച്ച ചെയ്യും. കർമ്മത്യാഗം പാടില്ല എന്നാണ്. തത്വജ്ഞാനം കൊണ്ടാകും. തത്വജ്ഞാനം കൊണ്ട് പരിപൂർണമായ നൈഷ്കർമ്മ്യസിദ്ധി ഉണ്ടാകും. അങ്ങനെ പരിപൂർണമായ നൈഷ്കർമ്മ്യസിദ്ധി ഉണ്ടാകുന്നിടത്തും കർമ്മങ്ങൾ ബാഹ്യമായി ത്യജിക്കണമെന്നില്ല, പുറമേയുള്ള കർമ്മങ്ങളാകാം. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ തന്നെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നതായി നമ്മൾ കാണുന്നു. അടുത്ത് പറയും, എനിക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ കർമ്മം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ലോകം മുഴുവൻ അതിനെ അനുകരിക്കും. അപ്പൊ മഹാത്മാക്കൾ കൂടി നിരന്തരം കർമ്മത്തിൽ മുഴുകിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് കർമ്മത്തിൽ നിന്നുള്ള മോചനം ബാഹ്യമായ അതല്ല സന്യാസം. അതാണ് ഗീതയിൽ ആവർത്തിച്ച് പറയുന്നത്. കർമ്മത്തെ ഉപേക്ഷിക്കരുത്, സത്കർമ്മങ്ങൾ ഉപേക്ഷിക്കരുത്. അങ്ങനെ ഉപേക്ഷിക്കുന്നതല്ല സന്യാസം. അതുകൊണ്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അപകടമാണ്, സന്യാസിയായി കഴിഞ്ഞാൽ കർമ്മം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തിയുടെ അലസതയാണ്. ആ അലസത കൊണ്ട് പറയുന്നതാണ്. അങ്ങനെ പറയുന്നവര് തന്നെ എന്തെങ്കിലും അങ്ങനെ സത്കർമ്മത്തെ ത്യജിച്ചിട്ട് മറ്റെന്തെങ്കിലും ദുഷ്കർമ്മങ്ങളിലായിരിക്കും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ സ്പഷ്ടമായി പറയുന്നു, അവശയേവ അസ്വതന്ത്രയേവ. ആ പ്രകൃതി നിയമത്തിനെ അനുസരിച്ച് ചെയ്യുക, അതാണ് അസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആര്? അജ്ഞ ഇതി വാക്യശേഷ, അജ്ഞന്മാര്. സന്യാസിമാരും അജ്ഞന്മാരാണോ? തീർച്ചയായിട്ടും. സന്യാസം സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെ അജ്ഞതയാണ്. ജ്ഞാനിക്കാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും സ്വീകരിക്കാനും ത്യജിക്കാനുമില്ല. അപ്പൊ സന്യാസം സ്വീകരിക്കുന്നത് അജ്ഞത കൊണ്ടാണ്. അപ്പോ അവൻ കർമ്മത്തെ ഉപേക്ഷിക്കാൻ പാടില്ല. കർമ്മരംഗത്തെ മാറ്റാം. ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം മാറ്റി വേറൊരു കർമ്മത്തെ എടുക്കാം. അതുകൊണ്ട് കർമ്മ ത്യാഗമാകത്തില്ല. ഇനി ശരീരം കൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടിരുന്നാലോ നമുക്കെല്ലാം അറിയാം, മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ശരീരം കൊണ്ട് ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങൾ ഉപേക്ഷിച്ചാലും മനസ്സ് ആ ധർമ്മത്തെ സ്വീകരിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ട്? കാരണം അവന്റെ അജ്ഞാനമാണ്. അജ്ഞാനം ഉള്ളിടത്തോളം കാലം അത് സാധ്യമല്ല. അജ്ഞ ഇതി വാക്യശേഷ നഹി കശ്ചിക്ഷണമതി ജാഗ്രതിഷ്ഠത്യ കർമ്മഗിത് എന്ന് പറയുന്നത് ഇവിടെ അജ്ഞനെ സംബന്ധിച്ചാണ് എന്ന് പറയുന്നു. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താണ്? തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു സർവകർമ്മ സന്യാസമുണ്ട്. അത് ജ്ഞാനം കൊണ്ടുള്ള സന്യാസമാണ്. ജ്ഞാനത്തിൽ കർമ്മങ്ങൾ നിലനിൽക്കുന്നില്ല ജ്ഞാനിയുടെ ദൃഷ്ടി. അല്ലെങ്കിൽ അവിടെയുള്ള കർമ്മങ്ങൾ പരമാർത്ഥ കർമ്മങ്ങളല്ല. അത് ജ്ഞാനം കൊണ്ട് മാത്രമേ അങ്ങനെ ഒരു നില സാധ്യമാകൂ. അവിടെയും ബാഹ്യമായ കർമ്മങ്ങൾ നിൽക്കാം. അതാണ് യഥോ വക്ഷ്യതി ഗുണൈർയോന വിചാല്യതൈതി. എന്തുകൊണ്ട്? ഗുണങ്ങളെ കൊണ്ട് ഗുണങ്ങൾക്ക് ആ ജ്ഞാനിയെ ചലിപ്പിക്കാൻ സാധ്യമല്ല. എന്നുവെച്ചാൽ ഗുണങ്ങൾ ആ ജ്ഞാനിയെ ബന്ധിക്കുന്നില്ല. ജ്ഞാനിയിൽ അഹന്ത, അതുമൂലം ഉണ്ടാകുന്ന മമത, അതുകൊണ്ടുണ്ടാകുന്നുള്ള കർമ്മങ്ങൾ, ഇതൊന്നും ജ്ഞാനിയിൽ സംഭവിക്കുന്നില്ല. കർമ്മത്തിന് മൂലമായിരിക്കുന്ന അഹന്തയാണ്. അഹന്ത തന്നെ അവിടെ നശിച്ചിരിക്കുന്നു. അതുകൊണ്ട് അജ്ഞന്റേതുപോലെയുള്ള ബന്ധനകരമായ കർമ്മങ്ങൾ അവിടെ ഇല്ല. അതാണ് ഇവിടെ ഗീതയിൽ തന്നെ പറയും 14ാം അധ്യായത്തിൽ ഗുണൈർ യോന വിചാര്യ.
ഗുണങ്ങൾ ഏതൊരുവനെയാണോ ഇളക്കാതിരിക്കുന്നത്, അഹന്തയും മമതയും സൃഷ്ടിക്കാതിരിക്കുന്നത്. സാഖ്യാനാം പൃഥക്കർണാത് അജ്ഞാനാമേവ ഹി കർമ്മയോഗ ജ്ഞാനിനാം. നമ്മൾ മുമ്പ് പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സാഖ്യാനാം പൃഥക്കരണം, ഇവിടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിന എന്ന് പറഞ്ഞ് വേർതിരിച്ചിരിക്കുന്നതുകൊണ്ട് അജ്ഞാനാം ഏവ ഹി കർമ്മയോഗ. ഈ കർമ്മയോഗം അജ്ഞന്മാർക്കാണ്. അഹന്തയും മമതയും എല്ലാം ഉള്ളവനാണ് കർമ്മയോഗം. ജ്ഞാനിന, ജ്ഞാനിക്ക് കർമ്മയോഗമില്ല. കർമ്മയോഗത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയ ഭാഗത്ത് പറഞ്ഞതാണ്. ജ്ഞാനിക്ക് കർമ്മയോഗം എന്നുള്ള അതിന്റെ മുഖ്യമായ അർത്ഥത്തിൽ ഒരിക്കലും ജ്ഞാനി കർമ്മയോഗി എന്ന് പറയാൻ പാടില്ല. ജ്ഞാനികളെ കുറിച്ച് നമ്മളങ്ങനെ പറയും, അദ്ദേഹം ഒരു കർമ്മയോഗിയായിരുന്നു. ജ്ഞാനി ഒരിക്കലും കർമ്മയോഗിയല്ല. കർമ്മയോഗി അജ്ഞാനിയാണ്. കർമ്മയോഗം ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ്. ജ്ഞാനിക്ക് ചിത്തശുദ്ധിക്ക് വേണ്ടി കർമ്മയോഗം അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. ചിത്തശുദ്ധി കടന്ന് ജ്ഞാനപ്രാപ്തിയിലെത്തിയ ആളാണ് ജ്ഞാനി. അതുകൊണ്ട് ജ്ഞാനി ഒരിക്കലും കർമ്മയോഗിയല്ല. ജ്ഞാനികളെ കുറിച്ച് ലൗകിക ഭാഷയിൽ ആൾക്കാർ പറയും, അദ്ദേഹം വലിയ കർമ്മയോഗിയായിരുന്നു എന്നെല്ലാം പറയാറുണ്ട്. അത് അവിടെ അവർ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ ലോകോപകാരാർത്ഥം കർമ്മങ്ങൾ ചെയ്തു എന്നുള്ള അർത്ഥത്തിലായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതിന്റെ സാങ്കേതികമായ അർത്ഥത്തിലായിരിക്കത്തില്ല. ഇവിടെ പറയുന്ന അതിന്റെ സാങ്കേതികമായ അർത്ഥത്തിൽ എന്താണ്? അജ്ഞാന ഏവ കർമ്മയോഗ, അജ്ഞന്മാർക്ക് മാത്രമുള്ളതാണ് ഈ കർമ്മയോഗം. ജ്ഞാനിന, ജ്ഞാനികൾക്കൊരിക്കലും കർമ്മയോഗമില്ല. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ജ്ഞാനിനാന്തോ ഗുണയിൽ അചാല്യമാനാനാം സ്വതചലനാഭാവ കർമ്മയോഗവും നവപദ്ധ്യത. ഒന്നുകൂടി വ്യക്തമാക്കുന്നു. ജ്ഞാനിനാന്തോ, ജ്ഞാനികൾക്കാണെങ്കിലോ ഗുണയിൽ അചാല്യമാനാന, ഗുണങ്ങളാൽ ചലിപ്പിക്കപ്പെടാൻ കഴിയാത്തവരാണ് ജ്ഞാനികൾ. എന്നുവെച്ചാൽ ഒരു തത്വജ്ഞാനിയുടെ മനസ്സിനെ ഈ പറയുന്ന വാസനകൾ കീഴ്പ്പെടുത്തി അഹന്തയും മമതയും അവിടെ ഉണർത്തി കർമ്മത്തിലേക്ക് പ്രവർത്തിപ്പിക്കുന്നില്ല. അതാണ് അവരെ ചലിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത്. ഒരജ്ഞൻ കേവല കർമ്മിയായിരുന്നാലും ശരി, അയാൾ കർമ്മയോഗിയായാലും ശരി, അയാൾ ഇതിനെല്ലാം വിധേയനാണ്. അയാളുള്ളിരിക്കുന്ന ഗുണപരിണാമ രൂപത്തിലുള്ള ആ വാസനകൾ അയാളെ പ്രേരിപ്പിക്കുന്നു, അയാളിൽ അഹന്തയും മമതയും ഉണ്ടാക്കുന്നു, അയാൾ കർമ്മം ചെയ്യുന്നു. അങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക തന്നെ താൻ ഇതിനെല്ലാം വിധേയനാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അയാളവിടെ ആ തന്റെ കർമ്മരംഗത്ത് അയാൾ മനസ്സിന്റെ സമത്വം ശീലിക്കുന്നു, ഈശ്വര സ്മരണ ചെയ്യുന്നു, അയാൾ ഈശ്വര ഭക്തി അയാൾ ദൃഢപ്പെടുത്തുന്നു, കർമ്മങ്ങൾ ഈശ്വരന് സമർപ്പിക്കുന്നു, അയാൾ ആത്മഭാവന ചെയ്യുന്നു. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും അയാൾ ഈ പ്രകൃതി നിയമത്തിന് വിധേയനായി അഹന്തയും മമതയും കൊണ്ട് തന്നെ കർമ്മത്തെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് കർമ്മയോഗി. കർമ്മയോഗി ഇത്തരം അഭ്യാസങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നാലും അയാൾ അജ്ഞൻ തന്നെയാണ്. കാരണം അയാളുടെ അഹന്തയും മമതയും നശിച്ചിട്ടില്ല, അയാളുടെ രാഗദ്വേഷങ്ങൾ നശിച്ചിട്ടില്ല. അതിനുവേണ്ടി അയാൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ജ്ഞാനി അങ്ങനെയല്ല. ഗുണേർ അചാല്യമാനാണ്. ജ്ഞാനിയിൽ അത്തരൊരു പരിശ്രമത്തിന്റെ ആവശ്യമില്ല. രാഗദ്വേഷങ്ങളെ നശിപ്പിക്കാൻ പരിശ്രമിക്കേണ്ട, അഹന്തയും മമതയും നശിപ്പിക്കാൻ പരിശ്രമിക്കേണ്ട. ജ്ഞാനിക്ക് തന്റെ കർമ്മങ്ങളെ ബോധപൂർവം ഈശ്വരാർപ്പണമായി ചെയ്യേണ്ട, കൽപ്പിച്ചുകൂട്ടി ആത്മഭാവന വരുത്തണ്ട. അതെല്ലാം ജ്ഞാനിയിൽ സഹജമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സ്വതചലനാഭാവ, സ്വയം അവിടെ തന്റെ സ്വരൂപത്തിൽ യാതൊരു ചലനവും സംഭവിക്കുന്നില്ല. തന്റെ ബുദ്ധിയിലും മനസ്സിലും എല്ലാം ചലനങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നാലും അതൊന്നും ആത്മസ്വരൂപത്തെ സ്പർശിക്കുന്നില്ല. അതുകൊണ്ട് കർമ്മയോഗവും നോപദ്ധ്യത, ജ്ഞാനിക്ക് കർമ്മയോഗം ഇല്ല. കർമ്മയോഗത്തെ സംബന്ധിച്ചുള്ള മുഖ്യമായൊരു സിദ്ധാന്തമാണ്
ഇത് തഥാച വ്യാഖ്യാനം വേദാവിനാശിനം ഇത്യത്ര. വേദാവിനാശിനം എന്ന് പറയുന്നിടത്ത് ഈ കാര്യം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആത്മാവിന്റെ അവിക്രിയമായ സ്വരൂപത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നവരാണ് തത്വജ്ഞാനികൾ. ആ തത്വജ്ഞാനികളിൽ ആ തത്വജ്ഞാനത്തിന്റെ നിലയിൽ കർമ്മങ്ങളില്ല, നിലനിൽക്കുന്നില്ല. അവിടെ തന്റെ സ്വരൂപസ്ഥിതന്മാരായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കർമ്മങ്ങളുമില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള സന്യാസം. അവിടെ ബാഹ്യമായ തരത്തിൽ കർമ്മങ്ങൾ നിൽക്കുന്നോ കർമ്മങ്ങൾ ഇല്ലയോ എന്നുള്ളതിന് യാതൊരു പ്രസക്തിയും ഇല്ല. അതുകൊണ്ട് സന്യാസം എന്താണ്, കർമ്മയോഗം എന്താണ് എന്ന് വേർതിരിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്ന സന്യാസി അല്ലെങ്കിൽ സന്യാസം. നമ്മൾ സ്വീകരിക്കുന്ന സന്യാസം എന്ന് പറയുന്നത് അജ്ഞന്റെ സന്യാസമാണ്. അയാൾ അങ്ങനെ ഒരു സന്യാസം സ്വീകരിച്ചിരിക്കുമ്പോൾ അയാൾ അധികാരി കർമ്മയോഗത്തിനാണ്. അജ്ഞനായിരിക്കുന്നതുകൊണ്ട് അയാൾ കർമ്മയോഗം ചെയ്യുന്നു. അപ്പൊ സന്യാസിക്കും ഇന്ന് നമ്മളെപ്പോലെയുള്ള സന്യാസിമാരും കർമ്മയോഗത്തിന് അധികാരികളായിട്ടുള്ളവരാണ്. എന്തുകൊണ്ട്? അജ്ഞന്മാരായിരിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ആ കർമ്മയോഗത്തിന് അധികാരികളല്ലാത്ത എന്ന് പറയുന്നത് അപൂർവം ചിലരാണ്. അവരെ ഇന്നത്തെ രീതിയിൽ അവരെ സന്യാസി എന്നും പറയാൻ പറ്റത്തില്ല. അത്യാശ്രമികളെന്ന് പറയാം. അതായത് ബ്രഹ്മചര്യം, ഗർഭസ്ഥ്യം, സന്യാസം ഈ ആശ്രമങ്ങളെ അതിക്രമിച്ചത് അത്യാശ്രമികളാണ്. അവർക്ക് കർമ്മയോഗമില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള സന്യാസി. അപ്പോ സന്യാസം ഒരാൾ സ്വീകരിക്കുന്ന മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി സന്യാസം സ്വീകരിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് അയാൾ ജ്ഞാനിയായിട്ടാണോ സന്യാസം സ്വീകരിക്കുന്നത്, അജ്ഞനായിരുന്നുകൊണ്ടാണ്. അയാൾ ജ്ഞാനിയായിട്ടാണ് സന്യാസിയാവുന്നതെങ്കിൽ വിദ്വത് സന്യാസി എന്ന് പറയും. അവിടെ പിന്നെ അയാൾ കർമ്മയോഗിയില്ല, കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. ഇത് അങ്ങനെയല്ല. ഇന്നിപ്പോ സന്യാസത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നത് ഒരു ഔത്സുക്യം കൊണ്ടാണ്. അതായത് അതിനോടുള്ള ഒരു താല്പര്യം കൊണ്ട്, സന്യാസത്തിനോടുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. അപ്പോ സന്യാസത്തിൽ ഒരു പക്ഷെ താത്വികമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാകാം, സന്യാസം എന്ന് പറയുന്ന ആദർശത്തോടുള്ള പ്രതിപത്തി ഉണ്ടാകാം, അല്ലെങ്കിൽ മോക്ഷത്തിന് അത് ഉപകരിക്കുമെന്നുള്ള ശ്രദ്ധ ഉണ്ടാകാം. അങ്ങനെയൊക്കെയാണ് ഒരാൾ സന്യാസത്തിലേക്ക് വരുന്നത്. അങ്ങനെ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായിട്ട് അയാൾ അജ്ഞനാണ്, ജ്ഞാനിയാണ്. അപ്പോൾ അയാൾ കർമ്മയോഗത്തിനാണ് അധികാരിയായിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് കർമ്മത്തെ ത്യജിക്കണം. അപ്പോൾ എന്ത് കർമ്മം ചെയ്യും? അയാൾ ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ചു. അപ്പോൾ ഗൃഹസ്ഥധർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റില്ല. പിന്നെ എന്ത് കർമ്മം ചെയ്യും? അപ്പോൾ പിന്നെ ചെയ്യുന്നത് സത്കർമ്മങ്ങൾ ചെയ്യുക. പിന്നെ സന്യാസം എന്ന് വെച്ചാൽ അവിടെ സ്വാർത്ഥതയെ ത്യജിച്ചിരിക്കുകയാണ്. അപ്പൊ തനിക്ക് വേണ്ടി പിന്നീടൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് അയാൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള സത്കർമ്മങ്ങൾ ചെയ്യുന്നു, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സത്കർമ്മങ്ങൾ ചെയ്യുന്നു. അതാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സന്യാസിമാരെന്ന് ചെയ്യേണ്ടത്. ശങ്കരാചാര്യന്റെ സിദ്ധാന്തമനുസരിച്ചായാലും. അല്ലെങ്കിൽ പിന്നെ ഒരാൾ താൻ ജ്ഞാനിയാണെന്ന് സ്വയം ഭാവിച്ചിട്ട് കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിരിക്കണം. അങ്ങനെ ഇരുന്നാൽ എന്ത് പറ്റും? അടുത്ത് പറയുന്നുണ്ട്, അവൻ മിഥ്യാചാരനായിത്തീരും, അസാൻമാർഗിയായിത്തീരും. അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ കുറച്ചു കാലത്തേക്ക് ദിവ്യനായിരിക്കാൻ പറ്റും എന്നുള്ളതല്ലാതെ അതുകൊണ്ട് ആത്മീയമായ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല എന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ടിവിടെ എന്താണ് കർമ്മം, എന്താണ് കർമ്മസന്യാസം, ആരാണ് കർമ്മയോഗി, ആരാണ് കർമ്മത്യാഗി എന്നുള്ള കാര്യം ഇവിടെ വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പൊ കർമ്മയോഗത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നേരത്തെ ചർച്ച ചെയ്ത് 2-ാം അധ്യായത്തിൽ സമത്വം പോലെയുള്ള കാര്യങ്ങൾ അതവിടെ ചർച്ച ചെയ്തതാണ്. കർമ്മസന്യാസത്തെ ആരും തെറ്റിദ്ധരിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അർജുനന് പറ്റിയതുപോലെ ആർക്കും അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ഒരാൾ പ്രവൃത്തി ചെയ്യാതിരുന്നിട്ട് ഞാൻ
സന്യാസിയാണെന്നാരും അഭിമാനിക്കാതിരിക്കുന്നതിന്. സന്യാസം ഒരിക്കലും ഒരു അഭിമാനമാകാൻ പാടില്ല. സാധാരണ അങ്ങനെയാണ് സംഭവിച്ചു പോകുന്നത്. കാരണം സന്യാസത്തോട് സന്യാസിക്ക് ശ്രദ്ധയില്ലെങ്കിലും ലോകർക്ക് ശ്രദ്ധയുണ്ട്. സന്യാസത്തെ കാണുന്നവർ, സാധാരണ ജനങ്ങൾക്ക് അവർ സന്യാസിയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സന്യാസിയുടെ വാക്കിന് ചെവി കൊടുക്കുകയൊക്കെ ചെയ്യും. ചെറിയൊരു വിഭാഗം പോലും ഇത് സന്യാസിമാരിൽ അഭിമാനത്തെ ഉണ്ടാക്കും. ഞാൻ സന്യാസിയാണ്, താൻ പൂജ്യനാണ് എന്നൊക്കെയുള്ള ധാരണകളുണ്ടാക്കും. അപ്പൊ അത് വരാൻ പാടില്ല. സന്യാസി സ്വയം തന്നെ തിരിച്ചറിയണം എന്താണ്, താൻ അജ്ഞനാണ്, ഈ പൊതുജനം കരുതുന്നത് പോലെ താൻ ജ്ഞാനിയൊന്നുമല്ല എന്ന് സന്യാസി ആദ്യം തന്നെ തിരിച്ചറിയണം. പിന്നെ ജനങ്ങൾ ബഹുമാനിക്കുന്നത് അത് അവരുടെ വിവരക്കേട് എന്ന് തിരിച്ചറിയണം സന്യാസി. അത് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ സന്യാസി രക്ഷപ്പെടും. അപ്പോ സന്യാസി ജ്ഞാനത്തിനു വേണ്ടി പരിശ്രമിക്കും, തത്വജ്ഞാനത്തിനു വേണ്ടി പരിശ്രമിക്കും. അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇനി ആ ശ്ലോകത്തിൽ നോക്കുക. കശ്ചിത് ഒരുവനും ക്ഷണമപി ഒരു ക്ഷണം പോലും അകർമ്മകൃത്തായി കർമ്മം ചെയ്യാത്തവനായി ന ജാതു തിഷ്ഠതി ഒരിക്കലും സ്ഥിതി ചെയ്യുന്നില്ല. സർവപ്രാണികളും പ്രകൃതിജൈഹി ഗുണൈഹി പ്രകൃതിയിൽ നിന്നുണ്ടായ ഗുണങ്ങളാൽ പ്രേരിതരായി അവശഃ കർമ്മകാര്യരെ അവശരായി സ്വാതന്ത്ര്യമില്ലാതെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യതേ ഹ്യവശത് കർമ്മ സർവപ്രകൃതിജൈർഗുണൈഃ. കർമ്മേന്ദ്രിയാണി സംയമ്യ യയാസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ ഉച്യതേ. യസ്തു അനാത്മജ്ഞഃ ചോദിതം കർമ്മ ന ആരഭതേ ഇത് തദ് അസത് ഇത്യാഹ. യസ്തു അനാത്മജ്ഞഃ അനാത്മജ്ഞൻ അവിവേകി അജ്ഞാനി ചോദിതം കർമ്മ ന ആരഭതേ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ അതാത് ആശ്രമങ്ങൾക്ക് വേണ്ടി ശാസ്ത്രങ്ങളും നിർദ്ദേശിച്ചിരിക്കുന്ന കർമ്മങ്ങൾ. ഇത് അത്തരം ആശ്രമങ്ങളും ധർമ്മങ്ങളുമെല്ലാം നിലനിന്നിരുന്ന ഒരു കാലത്തെ കണ്ടുകൊണ്ടെഴുതിയാണ്. അതുകൊണ്ടാണ് അവിടെയൊക്കെ വിഹിത കർമ്മം എന്ന് പറയുന്നത്. ഇതിപ്പോ അത്തരം ആശ്രമങ്ങളുമില്ല, അത്തരം വിധികളുമില്ല. അതുകൊണ്ട് അതിന് നമ്മൾ അക്ഷരാർത്ഥത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളത് സത്കർമ്മങ്ങളെന്ന് എടുത്താൽ മതി. നാരപതേ ധർമ്മം എന്ന് പറഞ്ഞാൽ ഇന്ന് സത്കർമ്മം എന്നേ ഉള്ളൂ. ആരാണോ നാരപതയെ അനുഷ്ഠിക്കാതിരിക്കുന്നത് തഥാ സത് അത് ശരിയല്ല, അത് അസത്താണ്, അത് ആണ് ധർമ്മം, അത് നന്മയല്ല. അവരെ കുറിച്ച് പറയുന്നു കർമ്മേന്ദ്രിയാണി ഹസ്താദീനി സംയമ്യ സംഹൃത്യ ഹസ്താദികളെ സംയമനം ചെയ്തിട്ട്, അതായത് ശരീരം കൊണ്ട് ചെയ്യേണ്ട പ്രവൃത്തികൾ, മനസ്സുകൊണ്ട് ചെയ്യേണ്ടതായ പ്രവൃത്തികൾ, ഇത്തരം പ്രവൃത്തികളെല്ലാം ഒഴിവാക്കിയിട്ട് അതാണ് സംയമനം ചെയ്യുക.
ബാഹ്യമായി ചെയ്യേണ്ട പ്രവൃത്തികളെല്ലാം സത്കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള ചിന്തകളും പ്രവൃത്തികളെല്ലാം ഒഴിവാക്കിയിട്ട് ആസ്തേ തിഷ്ഠതി മനസാ സ്മരൻ, അവനെന്ത് ചെയ്യുന്നു? ഇതെല്ലാം സത്കർമ്മങ്ങളെക്കുറിച്ചുള്ള ചിന്തയും പ്രവൃത്തിയും എല്ലാം ഒഴിവാക്കിയിട്ട് മനസാസ്മരൻ, മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത്? ഇന്ദ്രിയാർത്ഥാൻ വിഷയാൻ, ഇന്ദ്രിയാർത്ഥങ്ങളായിരിക്കുന്ന വിഷയങ്ങളെന്ന് പറഞ്ഞാൽ അവന് ബന്ധനകരമായിരിക്കുന്ന, അവന്റെ ശ്രേയോമാർഗത്തിന് വിഘാതത്തെ ഉണ്ടാക്കുന്നതായ വിഷയങ്ങൾ, ദോഷത്തെ ചെയ്യുന്നതായ വിഷയങ്ങളെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ബാഹ്യമായി സന്യാസി ഉപേക്ഷിച്ചിരിക്കുന്നു എല്ലാം എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥമില്ല. മനസ്സുകൊണ്ട് അയാൾ സന്യസിക്കുന്നില്ല, വിഷയചിന്തയിൽ തന്നെ ഇരിക്കുന്നു, പലതും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സുകൊണ്ട്. അവനെങ്ങനെയുള്ളവനാണ്? വിമൂഢാത്മാ, വിമൂഢ അന്ധകരണവും, വിമൂഢമായ മോഹിതമായ അന്ധകരണത്തോടു കൂടിയിരിക്കുന്നവൻ. ഇത് സന്യാസിമാരെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, സാധാരണ മനുഷ്യനെ കുറിച്ചല്ല. സാധാരണ മനുഷ്യൻ എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കാരണം അവന് ജീവിക്കണം, ആഹാരം വേണം, വസ്ത്രാദികൾക്ക് വേണ്ടിയെങ്കിലും അവൻ എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. സന്യാസിമാർക്ക് ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. അതുകൊണ്ട് അവർക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പം വിമൂഢാത്മാ എന്ന് വിളിച്ചിരിക്കുന്നത് സന്യാസിമാരെ മാത്രം ഉദ്ദേശിച്ചാണ്. നമ്മൾ സാധാരണ കരുതുന്ന ലൗകികന്മാരാണ്, നമ്മളെക്കാൾ മോശക്കാരാണെന്ന് കരുതുന്ന ഗൃഹസ്ഥന്മാരെയോ ലൗകികന്മാരെയോ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. കാരണം അവർ ആഹാരം കഴിക്കണമെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിച്ചേ പറ്റും. അപ്പം വിമൂഢാത്മാ, വിമോഹിതമായ കാരണം ഇവരെന്താണ്, എന്ത് മാർഗത്തിലാണ് ഇവർ സഞ്ചരിക്കുന്നത്, എന്താണ് ഇവരുടെ ത്യാഗം, എന്താണ് ഇവരുടെ തപസ്, ഇതൊന്നും ഈ മൂഢാത്മാക്കൾ അറിയുന്നില്ല. അവിവേകം കൊണ്ട് തന്നെ തന്നെ തിരിച്ചറിയാതിരിക്കുന്നു. വിമൂഢ അന്ധകരണവും, വിമൂഢാന്ധകരണവും, മോഹിതമായ അന്ധകരണത്തോടുകൂടിയവർ അവരെന്താണ്? മിഥ്യാചാര, മിഥ്യാചാരന്മാരാണ് അവർ. മൃഷാചാര എന്ന് പറഞ്ഞാൽ എന്ത്? പാപാചാര, പാപം മനസ്സുകൊണ്ട് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. സവിച്ഛതി, അവനാണ് പാപി. സന്യാസി എന്ന് പറഞ്ഞാൽ പാപി എന്നാണ് ഭജരസ്വാമികൾ പറയുന്നത്. അവൻ പാപിയാണ്. സമൂഹം എങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്? സമൂഹം ധരിച്ചിരിക്കുന്നത് പുണ്യവാന്മാരാണെന്നാണ്. പക്ഷെ ആചാര്യസ്വാമികൾ പറയുന്നത് പാപികളാണെന്നാണ്. എന്നുവെച്ചാൽ ആര് പ്രവൃത്തികളിലൊന്നും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവൃത്തികൾ, സന്യാസിക്ക് അവന് വേണ്ടി ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ട് അവൻ ചെയ്യേണ്ടത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അത്തരം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവൃത്തികളിലൊന്നും ഏർപ്പെടാതെ സന്യാസിയാണ് എന്നുള്ള ഭാവത്തിൽ സന്യാസാഭിമാനത്തോടുകൂടി, സമ്പ്രദായ അഭിമാനത്തോടുകൂടി, അല്ലെങ്കിൽ ആശ്രമാഭിമാനത്തോടുകൂടി സന്യാസിമാരായിരിക്കുന്നവർ. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുതരും, അപ്പോൾ നമുക്ക് ഭക്ഷിക്കാം എന്നെല്ലാം കരുതി മനസ്സിൽ അത്തരം കാര്യങ്ങളെയൊക്കെ കുറിച്ച് ചിന്തിച്ച് അങ്ങനെ ഇരിക്കുന്നവരെ ഉദ്ദേശിച്ചാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ത്യാഗികളായിട്ടുള്ള സന്യാസിമാരെ ഉദ്ദേശിച്ചിട്ടല്ല. അങ്ങനെയുള്ളവർ പാപാചാരികളാണ്, പാപമാണ് അവർ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് സന്യാസമാണ്, ബ്രഹ്മചാരിയാണ്, അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല, ചെയ്തു കഴിഞ്ഞാൽ വാസന വർദ്ധിക്കും, അങ്ങനെ ബന്ധമുണ്ടാക്കും എന്ന് ആരും ധരിക്കാൻ പാടില്ല. അത് വലിയ അബദ്ധമാണ്. അതിനെ ഭഗവാൻ ഇവിടെ സ്പഷ്ടമായി പറയുകയാണ്. അതുകൊണ്ട് വിവേക ചൂടാമണി വായിച്ചു കഴിഞ്ഞാൽ അവിടെ സന്യാസിയായി, പിന്നെ വേറൊന്നും ചെയ്യേണ്ടതില്ല എന്ന് ആരും എളുപ്പത്തിലാരും ജ്ഞാനിയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണിത് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് വളരെ തെളിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇനി ആ ശ്ലോകത്തിൽ നോക്കുക. യഹ വിമൂഢാത്മാ, യാതൊരു വിമൂഢാത്മാവാണോ, മോഹിതമായ അന്ധകരണത്തോടുകൂടിയവനാണോ, കർമ്മേന്ദ്രിയാണി സംയമ്യ,
ഇന്ദ്രിയങ്ങളെല്ലാം സംയമനം ചെയ്ത്, അത് പ്രത്യേകം എടുത്തു പറഞ്ഞു കർമ്മേന്ദ്രിയങ്ങൾ, അതിനെല്ലാം സംയമനം ചെയ്ത് ഇന്ദ്രിയാർത്ഥാൻ മനസാ സ്മരൻ, ഇന്ദ്രിയ വിഷയങ്ങളെല്ലാം മനസ്സുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ആസ്തേ സ്ഥിതി ചെയ്യുന്നത് സഹ അവൻ മിഥ്യാചാരവിച്ഛതി, അവൻ മിഥ്യാചാരൻ എന്ന് പറയപ്പെടുന്നു. ഇവിടെ കർമ്മേന്ദ്രിയങ്ങളെന്ന് പ്രത്യേകിച്ച് പറഞ്ഞതിന് ഉദ്ദേശമുണ്ട്. കാരണം കർമ്മേന്ദ്രിയങ്ങളെ സംയമിക്കുന്നത് പോലെ ജ്ഞാനേന്ദ്രിയങ്ങളെ സംയമിക്കാൻ പറ്റത്തില്ല. കണ്ണ് തുറന്നിരുന്നാൽ കണ്ടുപോകും, പക്ഷെ കൈ അതിന് വേണമെങ്കിൽ പ്രവർത്തിപ്പിക്കാതെ ഒരാൾക്ക് വെച്ചുകൊണ്ടിരിക്കാം. കണ്ണും ചെവിയൊന്നും അങ്ങനെയല്ല, ശബ്ദം വന്നാൽ കേട്ടുപോകും. അപ്പം ജ്ഞാനേന്ദ്രിയങ്ങളെ എളുപ്പത്തിൽ അങ്ങനെ സംയമനം ചെയ്യാനൊക്കത്തില്ല. അപ്പം അതെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കേവലം അവന് ചെയ്യാവുന്നുള്ളത് കൈ കൊണ്ടുള്ള പ്രവൃത്തികളെ ഒഴിവാക്കും. ശരീരത്തിന് ആയാസം ഉണ്ടാക്കുന്ന പണികളെ അലസത കൊണ്ട് മാറ്റിവെക്കാം. ഒരിക്കലും അതല്ല സന്യാസം. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അങ്ങനെയുള്ള സന്യാസിമാരായിട്ടുണ്ട് കേട്ടോ, അങ്ങനെ ആരും സംശയിക്കില്ല. ഇത് ബാക്കി പുറമെയുള്ളവരെ കുറിച്ച് പറയുന്നു. കർമ്മേന്ദ്രിയാണി സംയമ്യ യാസ്ഥേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസമുച്യതേ. പിന്നെന്താണ് ചെയ്യേണ്ടതെന്ന് അടുത്ത് വ്യക്തമായി പറയുന്നു. കിമാരഭതേ ഇത്യ. പിന്നെ എന്താണ് സന്യാസം? യസ്തിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്തഃ വിശിഷ്യതേ. കർമ്മയോഗം അസക്തഃ സൻ, അസക്തനായി, ശക്തിയില്ലാത്തവനായി, ഫല അഭിസന്ധി വർജിത, ഫലത്തിനോടുള്ള അഭിസന്ധി മുമ്പും പറഞ്ഞിട്ടുണ്ട് ഭാഷകാർ. അതിനോടുള്ള ഉത്കടമായ ആഗ്രഹം, ഫലം തന്റെ പരിധിയിൽ നിൽക്കണം, തന്റെ പ്രവൃത്തിക്ക് ഇന്ന ഇന്ന ഫലങ്ങൾ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ആണ് സാധാരണക്കാരൻ പ്രവർത്തിക്കുന്നത്. അതില്ലാതെ വർജിതനായി അവൻ വേറിട്ട് നിൽക്കുന്നു. സവിശിഷ്യരെ എങ്ങനെ വേറിട്ട് നിൽക്കുന്നു? മിഥ്യാചാരങ്ങളിൽ നിന്നും. ഇതരസ്മാത് മിഥ്യാചാര. അതാണ് കർമ്മയോഗി, കർമ്മയോഗം. അതാണ് സന്യാസി ചെയ്യേണ്ടത്. ഇന്നത്തെ സന്യാസിമാര് ഇന്നത്തെ ചുറ്റുപാടുകളിൽ അവർ കർമ്മയോഗത്തിനാണ് അധികാരികളായിരിക്കുന്നത്. എങ്ങനെ ചെയ്യണം? ഇന്ദ്രിയാണി മനസ്സാ നിയമ്യ. അതാണ് മുഖ്യം. നേരത്തെ പറഞ്ഞു കർമ്മേന്ദ്രിയങ്ങളെ സംയമനം ചെയ്യുന്നു. ഇവിടെ കർമ്മേന്ദ്രിയം എന്ന് പറഞ്ഞില്ല, ഇന്ദ്രിയാണി. എല്ലാ ഇന്ദ്രിയങ്ങളെയും, കർമ്മത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളെയും, ജ്ഞാനേന്ദ്രിയങ്ങളായാലും ശരി കർമ്മേന്ദ്രിയങ്ങളായാലും ശരി, അതിനെല്ലാം എന്താണ് മനസ്സുകൊണ്ട് നിയമിച്ചിട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ കർമ്മയോഗിയും സന്യാസിയും ഒന്ന് തന്നെ, രണ്ടല്ല. നമ്മൾ കർമ്മത്യാഗി എന്ന് പറയുന്നതും കർമ്മയോഗി എന്ന് പറയുന്നതും രണ്ടും രണ്ടുപേരുണ്ട്. അപ്പൊ ചിലരെങ്ങനെ പറയും, ബ്രഹ്മചാരിമാർക്ക് കർമ്മയോഗവും ഞങ്ങൾ സന്യാസിമാർക്ക് ഞങ്ങൾക്ക് സന്യാസം. ബ്രഹ്മചാരികളെല്ലാം പണിയെടുത്തോട്ടെ, ഞങ്ങളതൊക്കെ മാനേജ് ചെയ്തോളാം, അങ്ങനെ പറയുന്ന സന്യാസം പല ആശ്രമത്തിലും കണ്ടിട്ടുണ്ട്. അതല്ല ഇവിടെ പറയുന്നു. ഇവിടെ ബ്രഹ്മചാരി ആയാലും ശരി സന്യാസി ആയാലും ശരി ഇതെല്ലാം കർമ്മയോഗികൾ തന്നെ. ഇവിടെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ കർമ്മയോഗത്തിന്റെ പുരോഗതി അനുസരിച്ച് ബ്രഹ്മചാരി സന്യാസിയാകും എന്നുള്ളതേ ഉള്ളൂ. അനുസരിച്ച് സന്യാസി കർമ്മയോഗി അല്ലാതെ ആകത്തില്ല. കർമ്മയോഗി അല്ലാതെ ആകുമ്പോൾ എന്ത് ചെയ്യും? അയാൾ സന്യാസി അല്ലാതെയാകും, അത്യാശ്രമയായി ചെയ്യും. അവരെ കുറിച്ചെടുത്ത് പറയും തസ്യ കാര്യം ന വിദ്യതേ. അവർക്ക് പിന്നെ കാര്യമില്ല, അവർക്ക് കർത്തവ്യമില്ല. ഇതങ്ങനെയാണ് ഇവിടെ പറയുന്ന കർമ്മയോഗിക്കും അല്ലെങ്കിൽ സന്യാസിക്കും അല്ലെങ്കിൽ ബ്രഹ്മചാരിക്കും എല്ലാം കർത്തവ്യങ്ങളുണ്ട്.
അവൻ ചെയ്യേണ്ടത് അവന്റെ കർത്തവ്യമാണ് എന്നർത്ഥം. പക്ഷെ ചിലർ ചിന്തിക്കും ഞങ്ങൾ ഗൃഹസ്ഥന്മാരും അവർക്കുമുണ്ട്, അവരെ ഈ പട്ടികപ്പെടും. ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, സന്യാസി, 3 പേര്. ഈ 3 പേര് ഇവിടെ ഒരേ പട്ടികയിൽ തന്നെ. ഇതിൽ ഒരാളെ അപേക്ഷിച്ച് വേറൊരാൾക്ക് പ്രത്യേകിച്ച് മഹത്വവും ശ്രേഷ്ഠതയൊന്നുമില്ല. കർമ്മയോഗി എന്നുള്ള ദൃഷ്ടിയിൽ പ്രത്യേകിച്ച് ഒരു മഹത്വവും ആർക്കും അവകാശപ്പെടാനില്ല. പിന്നെ എന്താണ് അവന്റെ സംസ്കാരം, വാസന അനുസരിച്ച് ചിലർ ഗൃഹസ്ഥ ധർമ്മത്തെ സ്വീകരിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതിനനുകൂലമായ വാസന ഉള്ളതുകൊണ്ട്. മറ്റൊരാൾ ഗൃഹസ്ഥ ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നു. ഇത്രയുള്ള വ്യത്യാസം. അതെന്താണ്? അവരുടെ വാസനകളുടെ വ്യത്യാസമാണ്. അല്ലാതെ കർമ്മയോഗി എന്നുള്ള നിലയ്ക്ക് 3 പേരും തുല്യരാണ്. 3 പേരും കർമ്മയോഗികളാണ്. ഓരോ ധർമ്മങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവർ കർമ്മം ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പിന്നെ ബ്രഹ്മചാരിയും സന്യാസിയും തമ്മിലുള്ള വ്യത്യാസം, അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് വ്യത്യാസമുണ്ട്? അതും ബാഹ്യമായ ചില അനുഷ്ഠാനങ്ങളിലുള്ള വ്യത്യാസമാണ്. സ്മാർത്ഥമായ ആചാരങ്ങൾ, ശ്രൗതമായ ആചാരങ്ങളിൽ സന്യാസിക്ക് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യണം, ബ്രഹ്മചാരി ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് ചില നിയമങ്ങൾ വെച്ചിട്ടുള്ളത് ഒഴിവാക്കിയാൽ ഇതിന് രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസമോ ഇതിലെന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രേഷ്ഠതയോ ആർക്കും പ്രത്യേകിച്ച് അവകാശപ്പെടാൻ ഒന്നുമില്ല. അപ്പൊ ഇത് 3ഉം ഒരുപോലെ ഇരിക്കുമ്പോൾ പിന്നെ സന്യാസവും ബ്രഹ്മചാരിയും തമ്മിൽ വ്യത്യാസമില്ല. അതുകൊണ്ടൊരാള് ബ്രഹ്മചാരിയായിരിക്കുന്ന ആള് സന്യാസത്തിന് പ്രത്യേകിച്ച് ആഗ്രഹിക്കേണ്ട കാര്യമില്ല. എനിക്ക് സന്യാസം കിട്ടിയിരുന്നെങ്കിൽ, അപ്പൊ അത് വേറെ ചില താല്പര്യങ്ങൾ ഉള്ളിവെച്ചും കൊണ്ടാണ് അത് ആഗ്രഹിക്കുന്നത്. സന്യാസത്തിനോടൊരാഗ്രഹം. കാരണം ത്യാഗത്തിൽ ആഗ്രഹം തോന്നുക, ത്യാഗത്തിൽ ത്യാഗബുദ്ധിയാ വരേണ്ടത്. അപ്പൊ ത്യാഗത്തിൽ ഒരാൾക്ക് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ത്യാഗത്തിന് എന്തോ ന്യൂനത സംഭവിച്ചിരിക്കുന്നു എന്നാണ്. കാരണം അതിലൂടെ മറ്റു പലതും നേടാൻ അയാൾ ആഗ്രഹിക്കുകയാണ്. സന്യാസത്തിലൂടെ നേടേണ്ടതായി പലതും ഉണ്ടെന്ന് അയാൾ ആഗ്രഹിക്കുകയാണ്. അതാണ് സന്യാസത്തെ ആഗ്രഹിച്ചു പോകുന്നത്. അപ്പൊ അത് ആഗ്രഹിക്കേണ്ട ഒരു വിഷയമല്ല, മറിച്ച് ത്യജിക്കേണ്ടതാണ് സന്യാസം എന്ന് പറയുന്നത്. ആഗ്രഹിച്ച് നേടിയെടുക്കേണ്ടത് എന്താണ്? അത് മറ്റു പലതുമാണ്, സന്യാസമാണ്. അതുകൊണ്ടത് കർമ്മയോഗമാണ്. അവിടെ എങ്ങനെ? ഇന്ദ്രിയാണി മനസ്സാ നിയമ്യ. ഇന്ദ്രിയങ്ങളെല്ലാം മനസ്സുകൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സെന്ന് പറയുന്നത് എന്താണ്? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിന് മനസ്സെന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് വിവേകം. വിവേകം കൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട്, ഇന്ദ്രിയ നിയന്ത്രണത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് വിവേകമാണ്. ആ വിവേകം എന്ന് പറയുന്നതോ എപ്പോഴും ആർജിച്ചാൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസരത്തിൽ ഉപകാരപ്പെടാത്ത ഒന്നുമാണ്. അതുകൊണ്ട് ആ വിവേകത്തോടുകൂടി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണമെന്ന് പറയുമ്പോൾ മുഖ്യമായി ഇന്ദ്രിയ നിയന്ത്രണത്തിന് ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകാർജനത്തിന് ശ്രമിക്കുക എന്നുള്ളതാണ്. വിവേകം ഉണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. അതായത് നിഷിദ്ധമായ വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാതിരിക്കണമെങ്കിൽ അങ്ങനെ പ്രവൃത്തിയിലേക്ക് പോകുന്ന സമയത്ത് വിവേകം ഉണർന്നു നിന്നിട്ട് അതിനെ നിഷേധിക്കണം. അപ്പൊ വിവേകം ഉണർന്നിരിക്കണമെങ്കിൽ ശക്തമായ വിവേകം ഒരാൾ ആർജിച്ചിരിക്കും. ഒരു സന്യാസിയുടെ അല്ലെങ്കിൽ ബ്രഹ്മചാരിയുടെ മുഴുവൻ പരിശ്രമവും ഈ വിവേകത്തെ ആർജിക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞ എന്താണ്? യോഗക്ഷേമം വഹാമ്യഹം. അതായത് യോഗക്ഷേമങ്ങൾ ഈശ്വരൻ വഹിച്ചോളും. ഭൗതികമായി വരുന്ന മറ്റ് പരാധീനതകളെല്ലാം ഈശ്വരൻ പരിഹരിച്ചോളും. പക്ഷേ ഒരു സാധകൻ അവന്റെ ഇച്ഛാശക്തി കൊണ്ടും അവന്റെ പ്രയത്നം കൊണ്ടും അവന് വിവേകത്തെ ആർജിക്കണം. വിവേകത്തിന്റെ യോഗക്ഷേമങ്ങളെല്ലാം സ്വയം വഹിക്കണം. അത് ആർജിക്കണം, സംരക്ഷിക്കണം. അതാണ് ഇവിടെ ആവർത്തിച്ച് അധ്യാത്മശാസ്ത്രത്തിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പരിശ്രമിക്കുക. അതിനുവേണ്ടി പരിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സന്യാസം സ്വീകരിക്കുന്നതെന്ന് വെച്ചാൽ മറ്റുള്ള കർമ്മങ്ങളെയൊക്കെ ഒഴിവാക്കുന്നു. യോഗക്ഷേമങ്ങളെല്ലാം ഈശ്വരനെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് തനിക്ക് താൻ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തികൾക്ക് വേണ്ടി മാത്രം പരിശ്രമിക്കുന്നു. അത് പ്രവൃത്തിക്കുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്
ഈ ഗാർഹസ്ഥ്യത്തെ ഉപേക്ഷിക്കുന്നതിന്. അവിടെ ആകുമ്പോഴത്തേക്ക് മറ്റൊരുപാട് ബാധ്യതകളും ശല്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ സന്യാസിയെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ കൂടുതൽ സമയം, കൂടുതൽ പ്രയത്നിക്കാനുള്ള അവസരവും അയാൾക്ക് കിട്ടും. എന്തിനാ? ഈ വിവേകത്തെ സമ്പാദിക്കുന്നത്. ആ വിവേകത്തെ എങ്ങനെ സമ്പാദിക്കും? വിവേകത്തെ സമ്പാദിക്കുന്നതിനുള്ള മുഖ്യമായ ഉപായം എന്ന് പറയുന്നത് ഗുരുസന്നിധിയാണ്. ഗുരുവിനെ പ്രാപിച്ച് ഗുരുവിൽ നിന്നും ഗുരുസന്നിധിയിൽ നിന്നും ആ വിവേകത്തെ സമ്പാദിക്കുന്നു. പിന്നെ ശാസ്ത്ര ചിന്ത, സത്സംഗം തുടങ്ങിയൊക്കെ രണ്ടാമത് വരുന്ന കാര്യം. ഇതെല്ലാം കൊണ്ടൊരുവൻ അവന്റെ പൂർവ്വ സംസ്കാരവും ഈശ്വരാനുഗ്രഹവും ഉണ്ടെങ്കിൽ ഒരുവന് വിവേകത്തെ ദൃഢപ്പെടുത്താൻ പറ്റും. ആ വിവേകത്തെ ദൃഢപ്പെടുത്തിയതാണ് മനസ്സ എന്നുള്ളതിന് താല്പര്യം. അതുകൊണ്ട് ഇന്ദ്രിയാണി നിയമ്യ, ഇന്ദ്രിയങ്ങളെ നിയമിച്ചുകൊണ്ട്, ഇന്ദ്രിയങ്ങളുടെ വഴിക്ക് പോകാതെ യഹ ആരഭതേ, എന്താ ആരഭത എന്ന് വെച്ചാൽ ഒരുവൻ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? കർമ്മയോഗത്തെ. എങ്ങനെ? കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട്. അത് പ്രത്യേകം പറയുന്നു. കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടെന്ന് വെച്ചാൽ ശരീരം കൊണ്ട് തന്നെ പ്രവർത്തിക്കണം എന്നർത്ഥം. ശരീരം കൊണ്ട് തന്നെ ഒരുവന് പ്രവർത്തിക്കാം എന്നർത്ഥം. അപ്പോ ധാർമ്മികമായ ലോക ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ ശരീരത്തെ മനുഷ്യന്റെ സേവനത്തിന് അല്ലെങ്കിൽ പ്രാണികളുടെ സേവനത്തിന്, മറ്റുള്ളവരുടെ നന്മയ്ക്ക് എല്ലാം കർമ്മേന്ദ്രിയങ്ങളെ ഉപയോഗിക്കുക. അതാണ്. അങ്ങനെ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? മറ്റുള്ളവരുടെ കാരണം ഉണ്ട്. കാരണം അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരുവന് പിന്നെ തനിക്ക് വേണ്ടി ചെയ്യാനൊന്നുമില്ല. തനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വീണ്ടും സ്വാർത്ഥയാകും. അപ്പോൾ പിന്നെ അവൻ ചെയ്യുന്നത് എന്താണ്? പരാർത്ഥമാണ്. അങ്ങനെ നിസ്വാർത്ഥത, അവിടെ അഹന്തയും മമതയും ത്യജിച്ചൊരാൾ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും ആ പ്രവൃത്തിയാണ് പരാർത്ഥമാകുന്നത്. അങ്ങനെ അല്ലാതെ നമ്മൾ പ്രവർത്തിച്ചാൽ അതൊട്ട് പരാർത്ഥമാകത്തുമില്ല, അത് സ്വാർത്ഥമായി പോകും. താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഗുണഭോക്തൃത്വം തന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ലോകസേവനമാകത്തില്ല. അത് പരനന്മയല്ല, മനുഷ്യൻ സ്വന്തം നന്മയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. കാരണം ആ പ്രവൃത്തിയിൽ നിന്ന് ഏതെങ്കിലും ഒരു തരത്തിൽ ഒന്നുമില്ലെങ്കിൽ സമൂഹത്തിന്റെ അംഗീകാരം, അല്ലെങ്കിൽ പ്രശസ്തി, അല്ലെങ്കിൽ ഭൗതികമായി നേടാവുന്ന സ്ഥാനമാനങ്ങളോ സമ്പത്തോ എന്തെങ്കിലും ഒരുവൻ അത് നേടിക്കഴിഞ്ഞാൽ അത് കർമ്മയോഗമാകത്തില്ല. കർമ്മയോഗം പൂർണ്ണമായ ത്യാഗത്തിലേ ആകത്തുള്ളൂ. അപ്പോ വിവേകം കൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് അസക്തനായി എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നതാണ് അസക്ത. ആ കർമ്മത്തിന്റെ ഒരു ഫലങ്ങളോടും ഇവിടെ പറയുന്നു ഫല അഭിസന്ധി വർജിത. കർമ്മയോഗത്തിൽ ഏറ്റവും മുഖ്യവും സൂക്ഷ്മമായിരിക്കുന്ന ഭാഗം അതാണ്. ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുക, ആ പ്രവൃത്തിയെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ഒരു ഫലത്തെ സ്വയം അറിഞ്ഞോ അറിയാതെയോ സ്വീകരിച്ചു പോവുക, അത് കർമ്മയോഗമാകത്തില്ല. പലപ്പോഴും അത് സ്വീകരിക്കുന്ന അറിയാതെയായിരിക്കും. ഒന്നുമില്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ, ആ കർമ്മം ചെയ്യുന്നത് കൊണ്ട് അയാൾ നേടുന്ന ഒരു സംതൃപ്തി, ആ സംതൃപ്തിയുടെ പിന്നിലും അഹന്തയായിരിക്കും. ഈ കർമ്മം ഞാൻ നല്ലവണ്ണം പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ഞാൻ ഈ കർമ്മം ജനത്തിന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്തു, ഇങ്ങനെയെല്ലാം മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ആ കർമ്മത്തിൽ ഒരഭിമാനം ഉണ്ടാക്കി ആ അഭിമാനം കൊണ്ട് സന്തോഷിക്കുക, അല്ലെങ്കിൽ താൻ ചെയ്ത പ്രവൃത്തിയെ ചെയ്ത് ആ പ്രവൃത്തി പൂർത്തിയാക്കി മാറി നിന്നുകൊണ്ട് അതിനെ കണ്ട് സ്വയം തന്നെക്കുറിച്ച് തന്നെ ഒരു മതിപ്പുണ്ടാക്കുക. കൊള്ളാം, ഞാൻ മിടുക്കനാണ്, ഇത്രയും ചെയ്തിരിക്കുന്നു, ഞാൻ നിസ്സാരനല്ല. അവിടെ അതിസൂക്ഷ്മമായി അഹന്ത അവന്റെ വിവേകത്തെ കീഴ്പ്പെടുത്തുന്നു. അവനറിയാതെ തന്നെ നേരത്തെ പറഞ്ഞ ആ അവശതയിലേക്ക് പോകുന്നു. അവന്റെ വാസനകൾക്ക് അവൻ അടിമപ്പെട്ടു പോകുന്നു. ഇവിടെയെല്ലാം സൂക്ഷ്മമായി കർമ്മം അവനെ ബന്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് കർമ്മത്തിന്റെ ഏതെങ്കിലും ഒരു തരത്തിൽ, കർമ്മഫലത്തിന്റെ ഏതെങ്കിലും ഒരു തരത്തിൽ ദേശമെങ്കിലും അഭിമാനം അതിനെ സംബന്ധിച്ചുണ്ടായിക്കഴിഞ്ഞാൽ, ഞാനത് ഭംഗിയായി നിറവേറ്റി എന്നൊരു അഭിമാനം വന്നു കഴിഞ്ഞാൽ അതും അഹന്തയുടെ ഒരു പ്രകടനമാണ്. കർമ്മയോഗം അതല്ലാതായിത്തീരും. അതൊന്നും കർമ്മയോഗമല്ല. അതുകൊണ്ട് ഈ ഫല അഭിസന്ധി വർജിതൻ എന്ന് പറയുന്ന ഭാഗം ഒരു കർമ്മയോഗി സൂക്ഷ്മമായി തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. അസക്തൻ എന്ന് പറയുന്നത് അവിടെ ശക്തിയില്ല. ഒരാൾ ഒരു കർമ്മം ചെയ്തിട്ട്
കർമ്മത്തിന്റെ പൂർത്തിയിൽ മാറി നിന്ന് ആ കർമ്മത്തെ കണ്ടുകൊണ്ട് അയാൾ സന്തോഷിക്കുകയാണെങ്കിൽ അവിടെ അയാൾ അസക്തനല്ല, അയാളുടെ കർമ്മത്തിൽ പെട്ടുപോയി. അയാൾ ആ കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കുന്നു, സ്വയം ആ ഫലത്തെ സ്വീകരിച്ചു. അയാൾ ഒരിക്കലും കർമ്മയോഗി ആകത്തില്ല. പക്ഷെ നമ്മളെപ്പോഴും കർമ്മം ചെയ്യുന്നത്, അല്ലെങ്കിൽ കർമ്മം ചെയ്യാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന എന്താണ്? ആ കർമ്മം ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന ആ സന്തോഷം, കർമ്മത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം, അത് ആർജിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അത് ആർജിക്കണമെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുക ചെയ്യുന്നത്. പക്ഷെ ആ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ആ സന്തോഷം അത് കർമ്മഫലമാണ് എന്നുള്ള തിരിച്ചറിവാണ് വേണ്ടത്. അതിൽ അഭിമാനിക്കാതിരിക്കുക. അതിൽ അഭിമാനിക്കാതിരിക്കുന്നിടത്താണ് ഇവിടെ പറയുന്ന അസംഗത വരുന്നത്. കാരണം കർമ്മത്തിന്റെ ഫലം എന്താണെന്ന് നമ്മൾ മുമ്പ് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. കർമ്മത്തിന്റെ ഫലം രണ്ടാണ് മുഖ്യമായിട്ട്. ഒന്ന് സുഖം, മറ്റൊന്ന് ദുഃഖം. അസുഖമാണ് നമ്മൾ സന്തോഷം എന്ന് പറയുന്നത്. കർമ്മം ചെയ്തു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന സംതൃപ്തി. അപ്പൊ ചില ചോദിക്കും, അങ്ങനെ ഒരു സംതൃപ്തി കൂടി ഇല്ലാതെ ഒരാൾക്ക് എങ്ങനെ കർമ്മം ചെയ്യാൻ പറ്റും എന്നാണ്. അങ്ങനെ ചെയ്യാൻ പറ്റും. ഒരുവൻ കർമ്മയോഗത്തെക്കുറിച്ച് തിരിച്ചറിയുമ്പോൾ, അയാൾ കർമ്മയോഗിയായിത്തീരുമ്പോൾ അയാൾക്ക് ആ കർമ്മം നൽകുന്ന സംതൃപ്തിയും ഒഴിവാക്കിയിട്ട്, അപ്പോൾ കർമ്മം നൽകുന്ന സംതൃപ്തി ഒഴിവാക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രേരണ കർമ്മത്തിന്? അപ്പോൾ അതും ഒഴിവാക്കുമ്പോൾ അയാളിൽ വരുന്ന ചിത്തശുദ്ധി അയാൾക്ക് നൽകുന്ന സഹജമായ ആനന്ദം, അതാണ് പിന്നെ അയാളെ കർമ്മയോഗം തുടരുന്നതിന് പ്രേരിപ്പിക്കുന്നത്. അല്ലാതെ കർമ്മത്തിന്റെ ഫലരൂപത്തിൽ വരുന്ന സന്തോഷമല്ല. മറിച്ച് ഈ പറയുന്ന അഭിമാനങ്ങളെ ത്യജിക്കുമ്പോൾ, അല്ലെങ്കിൽ അഭിമാനത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സൂക്ഷ്മമായിരിക്കുന്ന രാഗത്തെ ത്യജിക്കുമ്പോൾ മനസ്സിന് വരുന്ന സ്വച്ഛത, ശാന്തി, ആ ശാന്തി അപ്പോൾ മാത്രമേ അയാൾക്ക് കിട്ടത്തുള്ളൂ. കർമ്മയോഗിക്ക് വരുന്ന ചിത്തശുദ്ധി എന്ന് പറയുന്നത് ആ ശാന്തിയാണ്. ആ ശാന്തി പിന്നീട് അയാളെ ആ തരത്തിൽ കർമ്മം ചെയ്യുന്നതിന് ആ ശാന്തിയാണ് പ്രേരകമായി തീരുന്നത്, അല്ലാതെ ഫലാഭിസന്ധിയല്ല. ഇത് തിരിച്ചറിയുന്നിടത്തു നിന്നാണ് കർമ്മയോഗം തുടങ്ങുന്നത്. അല്ലാതെ പോത്ത് പണിയുന്നത് പോലെ കിടന്ന് പണിയുന്നോണ്ടൊരാള് കർമ്മയോഗി ആകത്തില്ല. അത് പോത്തിനും പന്നിക്കുമൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് എത്രമാത്രം പണിഞ്ഞു, അതനുസരിച്ച് ഞാൻ ഇത്ര വർഷം ഞാൻ ആശ്രമത്തിൽ കിടന്ന് പണിഞ്ഞു എന്ന് പറഞ്ഞ് വിലപിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതാണ് 10-12 വർഷമൊക്കെ പണിഞ്ഞതിന് ശേഷം അവസാനം മഞ്ഞയും കാവ്യമൊക്കെ പൊതിഞ്ഞ് കക്ഷത്ത് വെച്ചുകൊണ്ടിറങ്ങി നടക്കുന്നത്. അതുകൊണ്ടാണ്. അത് അല്ലെങ്കിൽ തലയിൽ മടക്കി വെച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നത്, അങ്ങനെ അത് സന്യാസമാകുന്നു. ഇതൊന്നും കർമ്മയോഗമല്ല. ഇവിടെ പറയും ആ ഫലാഭിസന്ധി വർജനം എന്ന് പറയുന്നതിനെ അതിസൂക്ഷ്മമായി തന്നെ അവരും ഗ്രഹിച്ചിരിക്കണം. ഇത് ഭഗവാൻ പറയുന്നതാണ്. ഇതിന്റെ പ്രത്യേകമായ സംഭാവനയൊന്നുമല്ല. നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അസംഗ ഇവിടെ പറയുന്നു കർമ്മയോഗ അസക്ത, അസക്തനായി. ആസക്തി എന്ന് പറയുന്നത് എന്താണ്? വാസ്തവത്തിലെ ആസക്തി എന്ന് പറയുന്നത് ആത്യന്തികമായ മനഃശാന്തിയാണ്. ആസക്തി ആസംഗനായി ചെയ്യുന്നു, എനിക്ക് താല്പര്യങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതല്ല. അവന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ആ ശാന്തിയാണ് കർമ്മരംഗത്ത് അയാൾ അനുഭവിക്കുന്ന ശാന്തി. കർമ്മം ചെയ്യുന്ന ഒരുവനെ ശ്രദ്ധിക്കുക. നമുക്കൊരിക്കലും നമ്മളെ ശ്രദ്ധിക്കാൻ ശേഷി കുറവാണ്, മറ്റുള്ളവരെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ കർമ്മം ചെയ്യുന്ന ഒരുവനെ ശ്രദ്ധിക്കുക. ആ കർമ്മം ചെയ്യുന്നവൻ അവൻ സ്വസ്ഥനാണോ അതേ അസ്വസ്ഥനാണോ? അവന്റെ ഉള്ളിൽ ശാന്തിയാണോ അതോ അവന്റെ ഉള്ളിൽ പ്രശ്നങ്ങളാണ്? ആ കർമ്മം ചെയ്യുന്നവൻ തനിക്ക് ചുറ്റും നിൽക്കുന്നവരിൽ എന്താണ് കൊടുക്കുന്നത്? അശാന്തിയാണോ അതോ സമാധാനമാണോ? അത് ബ്രഹ്മചാരി ആയിക്കൊള്ളട്ടെ, സന്യാസി ആയിക്കൊള്ളട്ടെ, ഗൃഹസ്ഥനായിക്കൊള്ളട്ടെ, അവനെ നോക്കുക. അങ്ങനെ കർമ്മയോഗത്തെ തിരിച്ചറിയണം. അവൻ കർമ്മം ചെയ്യുകയും ചുറ്റുപാട് നിൽക്കുന്നവർക്ക് പ്രശ്നങ്ങളുണ്ടാക്കി, മറ്റുള്ളവർക്ക് തലവേദന ഉണ്ടാക്കി, സ്വയം തലയിൽ കൈവയ്ക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ കർമ്മയോഗിയല്ല. അത് കർമ്മയോഗമല്ല. ആ കർമ്മയോഗം കൊണ്ട് എന്താണ്?
നേരത്തെ പറഞ്ഞല്ലോ, അഭയം സർവഭൂതേഭ്യോ ദത്വ, സർവപ്രാണികൾക്കും ആത്യന്തികമായ അഭയം നൽകിക്കൊണ്ടാണ്. എന്നുവെച്ചാൽ മറ്റുള്ളവരെയൊക്കെ പ്ലീസ് ചെയ്തുകൊണ്ടെന്നുള്ള അർത്ഥത്തിലാണ്. ഇനിയിപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരെയൊക്കെ സന്തോഷിപ്പിച്ച് ചെയ്യുക എന്നുള്ളതല്ല. പ്രത്യേകിച്ച് ആരെയും സന്തോഷിപ്പിക്കാൻ ബോധപൂർവ്വം ശ്രമിക്കുന്നില്ല. അതിനും പ്രധാനമായിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ, മറ്റുള്ളവർക്ക് പാര വയ്ക്കാനും ശ്രമിക്കുന്നില്ല. അങ്ങനെ കർമ്മം ചെയ്യുക. ഈ കർമ്മരംഗത്ത് നമ്മൾ സാധാരണ കാണുന്നതാണ്. ഇതാണ് ഇവിടെ പ്രത്യേകിച്ച് ആശ്രമങ്ങളിൽ പാരകളാണ് കൂടുതൽ. അതെല്ലാവർക്കും തിരിച്ചറിയാം. കർമ്മയോഗവും ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അതൊന്നും കർമ്മയോഗങ്ങളല്ല എന്നർത്ഥം. കർമ്മയോഗത്തിൽ അത്തരം സംഭവങ്ങളൊന്നും നടക്കുന്നില്ല. അത് നമ്മളെ തിരിച്ചറിഞ്ഞാൽ മനസ്സിലാകുന്നെങ്കിൽ മറ്റുള്ളവരെ നോക്കുക, എങ്ങനെയായി പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ അശാന്തി, അതാണ് അസക്ത സവിശിഷ്യത. അവൻ നേരത്തെ പറഞ്ഞ എന്താണ്, കർമ്മേന്ദ്രിയങ്ങളെ സംയമനം ചെയ്തുകൊണ്ട് മനസ്സുകൊണ്ട് വിഷയചിന്തയോടുകൂടിയിരിക്കുന്ന സന്യാസിയേക്കാൾ ഇവൻ ശ്രേഷ്ഠനാണ്. അതാണ് ഇവിടെ പറയുന്നത്. അതിൽ പറയുന്ന ഈ മനസ്സാ നിയമ്യ, മനസ്സുകൊണ്ട് നിയന്ത്രിച്ചിട്ട് എന്ന് പറയുന്ന ഭാഗത്തിനും അസക്ത, അസക്തനായിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗത്തിനും ആണ് ഏറ്റവും പ്രാധാന്യം. ഇത് ആവർത്തിച്ച് ചിന്തിച്ച് വ്യക്തമാക്കി ധരിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് കേട്ടുകഴിഞ്ഞാലും വീണ്ടും മനസ്സിൽ നിന്ന് പോകും, ഓർത്തു വെച്ചിരുന്നാലും വിസ്മരിച്ചു പോകും. അപ്പോൾ കളരിയിൽ ഇറങ്ങുമ്പോൾ അടവ് മറന്നു പോകുന്നു എന്ന് പറയുന്നതാണ് ഇതിനെ സംബന്ധിച്ച്. കാരണം ഇത് അതിന് സാത്വികമായ ഒരു മനസ്സ് വേണം, സൂക്ഷ്മമായ ഒരു ബുദ്ധി വേണം. ഇതൊക്കെ ഉണ്ടായിരുന്നാലേ ഈ കാര്യങ്ങൾ അവസരത്തിൽ പ്രയോജനപ്പെടുത്തുള്ളൂ. കർമ്മം ചെയ്യുന്ന രംഗത്ത് ഇത് പ്രയോജനപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് ഇത് അതിനുള്ള ഒരു ഉപായം എന്ന് പറയുന്നത് ഇതിനെ ആവർത്തിച്ച് ധരിക്കുക എന്നുള്ളതാണ്. ഇതരസ്മാത് മിഥ്യാചാര, ഭാഷ്യകാരൻ പറയുന്നു, മിഥ്യാചാരനിൽ നിന്നും ഉള്ള പ്രത്യേകത ഇതാണ്. അവൻ അസക്തനായിരിക്കും, അവൻ നിയന്ത്രിതനായിരിക്കും, അവൻ ധർമ്മത്തിൽ തന്നെ അവൻ പ്രവർത്തിക്കുന്നവനായിരിക്കും. വിദ്യാശ്ലോകത്തിൽ നോക്കുക. അർജുന, അല്ലയോ അർജുന, യഹതു, ഏതൊരുവനാണോ അസക്ത, അസക്തനായി ഇന്ദ്രിയാണി മനസാ നിയമ്യ, ഇന്ദ്രിയങ്ങളെല്ലാം മനസ്സുകൊണ്ട് നിയന്ത്രിച്ചിട്ട് കർമ്മേന്ദ്രിയൈ, കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മയോഗം ആരഭതേ, കർമ്മയോഗത്തെ അനുഷ്ഠിക്കുന്നത് സവിശിഷ്യതേ, അവൻ മുമ്പ് പറഞ്ഞവനിൽ നിന്നും വ്യത്യസ്തനാണ്, മിഥ്യാചാരനിൽ നിന്നും അവൻ വ്യത്യസ്തനാണ്. മിഥ്യാചാരനെയും കർമ്മയോഗിയും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ട് ശ്ലോകങ്ങളും അടുത്തടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇന്ദ്രിയാണി മനസാ നിയമ്യാരഭതേർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്തസ്സ വിശിഷ്യതേ. ഈ കർമ്മയോഗം ചെയ്യുന്നവർ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഈ ശ്ലോകങ്ങൾ മനനം ചെയ്യണം. ഇവിടെ പറയുന്ന ശ്ലോകങ്ങൾ ചിന്തിക്കുന്നതിനെ കുറിച്ച്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് സന്യാസിമാർ ആ സേതു ഹിമാചലം സന്യാസിമാർക്ക് കർശനമായിട്ട് എല്ലാ സമ്പ്രദായങ്ങളും പെട്ടവർ, അദ്വൈതി ആയിക്കൊള്ളട്ടെ, വിശിഷ്ടാദ്വൈതി ആയിക്കൊള്ളട്ടെ, അദ്വൈതി ആയിക്കൊള്ളട്ടെ, കർശനമായി പണ്ട് വച്ചിരുന്ന ഒരു നിയമമാണ് ഗീത പാരായണം ചെയ്യുക എന്ന് പറയുന്നത്. കാരണം എന്തിനതങ്ങനെ വെച്ചോ? ഗീത പാരായണം ചെയ്യുക എന്ന് വെച്ചു കഴിഞ്ഞാൽ അർത്ഥബോധത്തോടുകൂടി. അല്ല, ഇത് പാരായണം ചെയ്താൽ എന്തെങ്കിലും ദിവ്യശക്തിയോ നമ്മളെ രക്ഷിക്കുന്നുമില്ല. അർത്ഥബോധത്തോടുകൂടി ഗീത കുറെയെങ്കിലും പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഈ ആശയങ്ങൾ അവന്റെ മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്, വിസ്മൃതമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അങ്ങനെ ഒരു നിയമം പഴയകാലത്ത് ആചാര്യന്മാർ വച്ചിരുന്നു. അത് അതിനെക്കുറിച്ച്, ഇത്തരം ശ്ലോകങ്ങളെ കുറിച്ച് ചിന്തിക്കുകയെങ്കിലും ചെയ്യുക, അത് അത്യാവശ്യമാണ്.
നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോഹ്യ കർമ്മണഃ ശരീരയാത്രാപി ച തേ ന പ്രസിദ്ധ്യേത കർമ്മണഃ യതേവ മതഃ. കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം ആയിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഭഗവാൻ പറയുന്നു. 2-3 ശ്ലോകങ്ങളിൽ കർമ്മയോഗത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇതിൽ നിന്നെല്ലാം എന്ത് മനസ്സിലാക്കി അർജുനനോട് ചോദിക്കുകയാണ്, നീ വല്ലതും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിയതം നിത്യം യോ യസ്മിൻ കർമ്മണി അധികൃത ഫലായ ച അശ്രിതം തന്നിയതം കർമ്മ തത്കുരു ത്വം ഹി അർജുന. പഴയ കാലങ്ങളിൽ കർമ്മങ്ങൾ നിത്യം, നൈമിത്തികം, കാമ്യം, നിഷിദ്ധം ഇങ്ങനെ വിഭജിച്ചു. അതിൽ ഓരോ ആശ്രമികൾക്കും ചെയ്യേണ്ട നിത്യകർമ്മങ്ങൾ ഇന്നതിനാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അതാണ് നിയതകർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഒഴിഞ്ഞു മാറാൻ കഴിയാത്തതായ കർമ്മങ്ങൾ എന്ന്. ഇന്നിപ്പോൾ അത്തരം ആശ്രമ വ്യവസ്ഥയിലോ വർണ്ണവ്യവസ്ഥയിലോ അല്ല മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ട് അന്ന് വിധിച്ചതായ നിത്യകർമ്മങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് നിയതകർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്നു ചേരുന്ന സാഹചര്യങ്ങളിൽ ധാർമ്മികമായി നമ്മൾ ചെയ്യേണ്ടി വരുന്നതായ പ്രവൃത്തികൾ, സത്കർമ്മങ്ങൾ, സേവാപ്രവൃത്തികൾ, സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ. അതാണ് കർമ്മയോഗിക്ക്. അത് പ്രത്യേകം മനസ്സിലാകും. കർമ്മയോഗിക്ക് ഒരു കർമ്മവും തനിക്ക് വേണ്ടി ചെയ്യാനായിട്ടില്ല. ഒരു കർമ്മവും തന്റെ ശരീരയാത്ര അടുത്ത് പറയുന്നു. ആ ശരീരയാത്ര പോലും, ശരീരത്തിന്റെ നിലനിൽപ്പ് പോലും വേണ്ടി പോലും പ്രവർത്തിക്കുന്ന കർമ്മയുടെ മനസ്സിലെന്താണത്? പരോപകാരാർത്ഥം എന്നുള്ളതാണ്. ഈ ശരീരം നിലനിർത്തുന്നത് പോലും അന്യന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശരീരം നിലനിർത്തുന്നത് പോലും. അപ്പോൾ അങ്ങനെയുള്ള നിയതം നിത്യം യോ യസ്മിൻ കർമ്മണി അധികൃത, അത് പ്രത്യേകം പറയും. ഏതൊരുവനാണോ ഏതൊരു കർമ്മം ചെയ്യാൻ അധികാരിയായിരിക്കുന്നത്, അതുണ്ടല്ലോ. ഓരോ സ്ഥലത്തും ഓരോരുത്തർക്കും ചെയ്യേണ്ട പ്രവൃത്തികളുണ്ട്. ആ പ്രവൃത്തികൾ സമൂഹത്തിൽ ഓരോ സ്ഥാനങ്ങളുണ്ട്. ഗൃഹത്തിലാണെങ്കിൽ ഓരോ സ്ഥാനങ്ങളുണ്ട്. ആശ്രമത്തിലാണെങ്കിൽ അവിടെ ഓരോ സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനങ്ങൾക്കനുസരിച്ച് അവനവൻ ചെയ്യേണ്ട പ്രവൃത്തികൾ, അവൻ അധികാരിയായിട്ടുള്ളവൻ ചെയ്യേണ്ട പ്രവൃത്തികൾ ഫലായച്ച അശ്രിതം. ഇത് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളാണെങ്കിൽ അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, നിത്യകർമ്മങ്ങൾക്ക് ഫലമില്ല. പ്രത്യേകിച്ച് ഫലങ്ങളെക്കുറിച്ച് പറയുന്നില്ല. അത് ഈ കർമ്മങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന മീമാംസകരുടെ അഭിപ്രായമാണ് നിത്യകർമ്മങ്ങൾക്ക് ഫലമില്ല എന്നുള്ളത്. പക്ഷെ ഇവിടെ ഇനി ഭാഷ്യത്തിൽ അത് ചർച്ച ചെയ്യുന്ന ഭാഗത്ത് പറയും നിത്യകർമ്മങ്ങൾക്കും ഫലമുണ്ട് എന്ന് അദ്വൈതികൾ പറയും. എന്തായാലും അവരുടെ അഭിപ്രായത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. കാരണം ഭാഷ്യകാരൻ ഇത് പറയുമ്പോൾ നമ്മളെപ്പോലെയുള്ള ഒരു സദസ്സിനെ അല്ല മനസ്സിൽ കണ്ടിരുന്നത്. മറിച്ച് ഭാഷ്യകാരൻ കണ്ടിരുന്നത് വർണ്ണ ആശ്രമ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെയാണ്. അവരോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുക. അത്തരൊരു പശ്ചാത്തലം നമുക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതായ കർമ്മങ്ങൾ തന്നീയതം കർമ്മ, നമ്മുടെ നിത്യകർമ്മങ്ങൾ, നമുക്ക് ചെയ്യാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങൾ. പണ്ട് ശാസ്ത്രം വിധിച്ചു ഇന്ന കർമ്മം ചെയ്യണമെന്ന്, അത് പൊതുവെ വിധിച്ചു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. നമ്മൾക്ക് കർമ്മം ഇന്ന ചെയ്യണമെന്ന് വിധിക്കുന്നത് നമ്മുടെ ഗുരുവായി വിധിക്കുന്നു, ഇന്ന കർമ്മം ചെയ്യണമെന്ന്. അതാണ് വിധി. അത്തരം കർമ്മങ്ങൾ വിധി എന്നുള്ള അർത്ഥത്തിലെടുക്കുകയാണെങ്കിൽ അതിനെന്താണ് പ്രത്യേകിച്ച് ഫലം? പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. ഫലം എന്ന് പറയുന്നാൽ അതിന് ഭൗതികമായ ഫലങ്ങളില്ല, ആത്മീയമായ ഫലങ്ങളുണ്ട്. അത് ആ കർമ്മത്തിന്റെ നിയമം അനുസരിച്ച് വന്നു ചേരുന്നതാണ്. ആ ഫലം എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞ അസംഗത, ചിത്തശുദ്ധി, മനസ്സിന്റെ സമത്വം തുടങ്ങിയ ഫലങ്ങളാണ്. തത്വജ്ഞാനം, ഇതൊക്കെയാണ് ആ ഫലങ്ങൾ. അതിനുവേണ്ടി അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മങ്ങൾ, അതും ആഗ്രഹിക്കാതെ. അത് നേരത്തെ പറഞ്ഞു. കർമ്മയോഗി കർമ്മയോഗത്തിന്റെ ഫലത്തെ കൂടി ആഗ്രഹിക്കുന്നില്ല. ഭാഷ്യകാരൻ മുമ്പൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, കർമ്മയോഗത്തിന്റെ ഫലമായ ചിത്തശുദ്ധി അല്ലെങ്കിൽ തത്വജ്ഞാനപ്രാപ്തി അല്ലെങ്കിൽ അഹന്ത, മമത, ഇതിന്റെയൊക്കെ ത്യാഗം, ഇത്തരം ഫലങ്ങൾ കൂടി ആഗ്രഹിക്കാതെ ഉള്ള കർമ്മങ്ങൾ, ചെയ്യേണ്ടതായ കർമ്മങ്ങൾ തത്കുരു ഇവിടെ പറയുകയാണ്. നീ ചെയ്യൂ, അനുഷ്ഠിക്കൂ. ആ കർമ്മങ്ങളിൽ നിന്ന് മാറാനല്ല പറയുന്നു. ഒരു സന്യാസിയോടും ഒരു ബ്രഹ്മചാരിയോടും പറയുന്നു കർമ്മം ചെയ്യരുത്. ഗുരു ത്വം ഹേ അർജുന. അർജുനന്റെ സ്ഥാനത്താണ് നമ്മളെല്ലാവരും. അതിനും അതീതരായിട്ട് അർജുനക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളവരാരും നമ്മുടെ കൂട്ടത്തിലില്ല. യതഃ
കർമ്മജ്യായോ അധികതരം ഫലതഃ യസ്മാ അകർമ്മണോ അകരണ അനാരംഭ കർമ്മജ്യായോ അകർമ്മണഃ കർമ്മജ്യായോ അധികതരം ഫലതഃ. ഇത് കൂടുതൽ ശ്രേഷ്ഠമാണ്. അതിന്റെ ഫലം കൊണ്ട് യസ്മാ അകർമ്മണോ അകരണ അനാരംഭ കർമ്മം ചെയ്യാതിരിക്കുന്നതിൽ നിന്നും എത്രയോ ശ്രേഷ്ഠമാണ് കർമ്മം ചെയ്യുന്നത്. കർമ്മം ചെയ്യാതിരിക്കുന്ന സന്യാസം അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് കർമ്മം ചെയ്യുന്നതായ സന്യാസം. അത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്യാസിയുടെ കർമ്മം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അഭയം സർവഭൂതേഭ്യോ ദത്വ. തന്റെ പ്രവൃത്തി കൊണ്ട് സർവപ്രാണികൾക്കും അഭയം ഉണ്ടാകും, ആശ്വാസം ഉണ്ടാകും. സർവഭൂതേഭ്യം എന്ന് വെച്ചാൽ സർവപ്രാണികൾക്കും. അത്തരൊരു കർമ്മരംഗത്താണ് വാസ്തവത്തിൽ നമ്മൾ നിൽക്കുന്നതും സന്യാസിമാർ നിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും. അതിന്റെ തത്വത്തെയും നമുക്കറിയാം, പക്ഷെ അതിനെ ദൃഢപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടി. അറിയാത്തവരാരുമില്ല. ഇത്തരം കാര്യങ്ങളും തത്വങ്ങളും ഒക്കെ സാമാന്യമായി എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അതിന്റെ ദാർഢ്യം അത് വേണ്ടി വരുന്ന സന്ദർഭത്തിൽ മറന്നു പോകാതിരിക്കുക. കർമ്മം ഒരിക്കലും കർമ്മത്തിന് വേണ്ടി ആയി പോകാതിരിക്കുക. അതാണ് സംഭവിക്കുന്നത്. നമ്മൾ പുതിയ പുതിയ കർമ്മരംഗങ്ങളിലേക്ക് എടുത്തു ചാടുന്നു. പുതിയ പുതിയ കർമ്മങ്ങൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അവിടെയൊക്കെ എന്താണ്? അത് തന്റെ ഒരു സ്വാർത്ഥത അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കും. അവിടെ ബാക്കിയെല്ലാം ശരിയാണ്. ഒളിഞ്ഞിരിക്കുന്ന സ്വാർത്ഥതയെ തിരിച്ചറിയും. ആ ചെയ്യുന്നതൊക്കെ തന്റെ ഒരു മാനസികമായ സംതൃപ്തിക്ക് വേണ്ടിയാണോ? അതങ്ങനെ വരരുത്. അപ്പോൾ അതിന്റെ ഫല ഉപഭോക്താവായിത്തീരും. താൻ അതിൽ നിന്ന് ഒരു ചെറിയ സുഖം നേടുന്നു. ആ ഒരു അംശത്തെ ത്യജിക്കുക എന്നർത്ഥം. അതെന്താണ്? അതൊരു രാഗമാണ്. കർമ്മത്തോടുള്ള രാഗം, കർമ്മഫലത്തോടുള്ള ഒരു രാഗം മനസ്സിന്റെ. അതാണ് ശക്തി എന്ന് പറയുന്നത്. ആ ഒരു ചെറിയ അംശത്തെ, ഒരു സൂക്ഷ്മമായ അംശത്തെ, നമ്മളറിയാതെ തന്നെ നമ്മളെ ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അംശത്തെ ഉപേക്ഷിക്കുക എന്നർത്ഥം. അത് ഉപേക്ഷിക്കുന്നിടത്താണ്, അത് ഉപേക്ഷിച്ചാൽ അതിന് പകരം എന്താണ് കിട്ടുന്നതെന്നുള്ള ആശങ്ക അത് മനസ്സിൽ വരും. അത് ആ പകരം കിട്ടുന്ന ചിത്തശുദ്ധി അത് പ്രാപ്തമാകാത്തിടത്തോളം കാലം ഈ ആശങ്ക മനസ്സിൽ നിൽക്കും. അത് പ്രാപ്തമാകണമെങ്കിൽ ഈ രാഗത്തെ ഉപേക്ഷിച്ചേ പറ്റും. ആ രാഗം ഇരിക്കുന്നിടത്ത് ശുദ്ധി വരത്തില്ല. അതാണ് ആ ശുദ്ധി നേടിയതിനു ശേഷം പിന്നെ രാഗത്തെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. അല്ലെങ്കിൽ അത് ക്രമികമായി സംഭവിക്കണം. എത്രമാത്രം നമ്മൾ കർമ്മത്തിന്റെ ഫലത്തെ ഉപേക്ഷിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ മനസ്സിൽ രാഗം കുറയുന്നു. അതിനനുസരിച്ച് നമ്മുടെ മനസ്സ് ശാന്തമാകുന്നു, മനസ്സിൽ ശുദ്ധി വരുന്നു. അതുകൊണ്ട് അതിനുപേക്ഷിച്ചിട്ട്, അല്ലാതെ കർമ്മത്തെ ഉപേക്ഷിച്ചിട്ടല്ല. അനാരംഭ കർമ്മത്തെ ഉപേക്ഷിക്കുന്നതിൽ നിന്നും എത്രയോ ശ്രേഷ്ഠമാണ് ഇത്തരത്തിൽ കർമ്മത്തെ ചെയ്യുന്നത്. അത് ചെയ്തേ പറ്റൂ. എന്തുകൊണ്ട്? കഥം എന്തുകൊണ്ട്? ശരീരയാത്ര ശരീരസ്ഥിതിരവി സത്യേ തവ ന പ്രസിദ്ധിയെ പ്രസിദ്ധിം ന ഗച്ഛേ അകർമ്മണോ അകരണ. പറയുന്നു ഈ കർമ്മത്തെ ഉപേക്ഷിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. ഒരു കർമ്മത്തെ ഉപേക്ഷിക്കുന്ന സന്യാസി, സർവകർമ്മവും ത്യജിച്ചിരിക്കുന്ന സന്യാസിക്ക് പാലും പഴവും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അതാണിവിടെ പറയുന്നത്. പാലും പഴവും ഉപേക്ഷിച്ചുള്ള കർമ്മസന്യാസം അതിന് ആരെങ്കിലും കിട്ടുമോ? അതിനാരെയും കിട്ടത്തില്ല. ശരീരയാത്ര ശരീരസ്ഥിതി, ശരീരസ്ഥിതിക്ക് വേണ്ടിയാണെങ്കിലും നിനക്ക് കർമ്മം ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. ഈ ശരീരം നിലനിന്ന് പോകണമെങ്കിലും കർമ്മം ചെയ്യേണ്ടി വരും എന്നാണ്. ശരീരം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ചെല്ലു പറയും. നമുക്കിവിടെ ഫ്രീ ആയിട്ടാണല്ലോ ചാപ്പാടെല്ലാം കിട്ടുന്നത്. ശരീരം നിലനിൽക്കാൻ വേണ്ടി നമുക്കൊന്നും ചെയ്യേണ്ടി വരുന്നില്ല. അത് കഴിക്കുന്നുണ്ടല്ലോ. ഭക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ജോലിയുണ്ടല്ലോ. ശരിയായ ത്യാഗമാണെങ്കിൽ അതും ചെയ്യാതിരിക്കണം. കർമ്മത്യാഗം എന്നുള്ളത് കൊണ്ട് ബാഹ്യമായ കർമ്മത്തെയാണ് ഉപേക്ഷിക്കുന്നതെങ്കിൽ ഭക്ഷണം ഉപേക്ഷിക്കുന്നു എന്നാൽ പറയാം അയാൾ യഥാർത്ഥ സന്യാസിയാണ്. അത് കൃത്യമായ സമയത്ത് കിട്ടിയില്ലെങ്കിൽ
അവിടെ പ്രക്ഷോഭണം ഉണ്ടാവും, സമരം നടക്കും ആശ്രമത്തിലായ. അപ്പോൾ അത് ഉപേക്ഷിക്കാൻ ആർക്കും വയ്യ, എന്നാൽ ത്യാഗികളാണ് താൻ. എന്നുവെച്ചാൽ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതേ കാര്യം തന്നെ ഇവിടെ ഭഗവാൻ എടുത്തു പറയുകയാണ്, നിന്റെ ശരീരസ്ഥിതി എന്നുവെച്ചാൽ ശരീരസ്ഥിതിക്ക് വേണ്ടിയുള്ള അന്നവസ്ത്രാദികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവൃത്തി നീ ഉപേക്ഷിക്കുന്നുണ്ടോ? നീ എല്ലാം തിരിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യുന്നു? ഭിക്ഷാടനത്തിന് പോകുന്നു, ഭിക്ഷയെടുക്കാൻ. എന്നുവെച്ചാൽ മറ്റുള്ളവർ അധ്വാനിക്കുന്നതിന്റെ ഫലം പറ്റാൻ വേണ്ടി പോകുന്നു. അവിടെ ആയാലും എന്താണ്, അവിടെ അവന് അങ്ങനെ ഒരു പ്രവൃത്തിയുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടണം, ഭക്ഷണം വേണമെന്ന്. അപ്പൊ അവിടെയും പ്രവൃത്തിയുണ്ട്. അപ്പൊ അത് ഉപേക്ഷിക്കാൻ പറ്റുന്നുണ്ട്? ഇല്ല. അപ്പൊ അത് വലിയ ശ്രേഷ്ഠമായിട്ട് അത്തരം ഒരു പ്രവൃത്തിയെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവിടെ കർമ്മമുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വയം എന്തുകൊണ്ട് അധ്വാനിച്ചുകൂടാ? മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടുന്ന പ്രവൃത്തിയാകാമെങ്കിൽ സ്വയം അധ്വാനിക്കുക, എന്നിട്ട് ഭക്ഷണം കഴിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. എന്നുവെച്ചാൽ കമ്മ്യൂണിസത്തെക്കാളും വലിയ കമ്മ്യൂണിസമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അധ്വാനിച്ച് തന്നെ ഭക്ഷണം കഴിക്കണം എന്നാണ് പറയുന്നത്. വെറുതെ ഇരുന്ന് സ്വാമിയാരായിട്ടിരുന്ന് ഭക്ഷണശാപ്പാടടിക്കരുത്, ഇതാണ് പറയുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവർ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ഭക്ഷണം കഴിക്കരുത്, അതും ശരിയില്ല. സ്വയം പണിയെടുക്കാതിരുന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ച് ഭക്ഷണം കഴിക്കുന്നു, അതും സന്യാസമല്ല. പിന്നെ എന്താണ് കർമ്മം എന്ന് വെച്ചാൽ അധ്വാനം, പരിശ്രമം. ശരീരം വേർത്ത് പണിയെടുക്കണം, അതാണ് ഗീത പഠിപ്പിക്കുന്നത്. അല്ലാതെ വേറെ ഏതെങ്കിലും സൂത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നതല്ല, അതല്ല സന്യാസം. ഒരു സൂത്രങ്ങളും ഇവിടെ ഇല്ല, ഇവിടെ ശ്ലോകമാണ്. അതുകൊണ്ട് ശരീരയാത്ര ശരീരസ്ഥിതിരവി ചേതവന പ്രസിദ്ധി എന്ന് വെച്ചാൽ അത് സാധ്യമല്ല എന്നാണ്. ഈ ശരീരം നിലനിൽക്കണമെങ്കിൽ പണിയെടുത്തേ പറ്റൂ, അകർമ്മണോ അകർണ. അതോ ദൃഷ്ട കർമ്മ അകർമ്മണോഹോ വിശേഷവും തോന്നി. അതുകൊണ്ട് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും സ്പഷ്ടമാണ്, സ്വാമിമാർക്കൊഴികെ. ലോകേ എന്നുവെച്ചാൽ മനുഷ്യർക്ക് എല്ലാവർക്കും സ്പഷ്ടമാണെന്നാണ് കർമ്മ അകർമ്മണോഹോ വിശേഷം. കർമ്മവും അകർമ്മവും തമ്മിലുള്ള വ്യത്യാസം. കർമ്മം ചെയ്യുക, കർമ്മം ചെയ്യാതിരിക്കുക, ഇത് എല്ലാവർക്കും സ്പഷ്ടമായ കാര്യമാണ്. അതുകൊണ്ട് കർമ്മം ചെയ്യാതിരുന്നിട്ട് പ്രവൃത്തി ചെയ്യാതിരുന്നിട്ട് അത് സന്യാസമാണ് എന്നൊന്നും കരുതരുത് എന്ന് വീണ്ടും പറയുകയാണ്. നീ പ്രവൃത്തി ചെയ്തേ പറ്റൂ, നിന്റെ ശരീരം നിലനിൽക്കണമെങ്കിൽ പ്രവൃത്തി ആവശ്യമാണ്, അല്ലെങ്കിൽ ഷുഗർ ഉണ്ടാവും. അതുകൊണ്ട് കർമ്മം ചെയ്തേ പറ്റത്തുള്ളൂ എന്നാണല്ലോ പറയുന്നത്. ഇനി ശ്രമത്തിൽ നോക്കുക. ത്വം നീ നിയതം കർമ്മ കുരു, നീ അനുഷ്ഠിക്കേണ്ടതായ ചെയ്യേണ്ടതായ കർമ്മത്തെ ചെയ്യൂ, ചെയ്തേ തീരൂ. കർമ്മ അകർമ്മണ ജ്യായ, കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ്. തേ നിനക്ക് ശരീരയാത്രാഭി, ശരീരത്തിന്റെ സ്ഥിതി പോലും അകർമ്മണ ന പ്രസിദ്ധി, കർമ്മം ചെയ്യാത്തതുകൊണ്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് കർമ്മം ചെയ്ത് തന്നെ തീരണം. ഏത് തരത്തിലും പ്രവൃത്തി കൂടിയേ തീരും. അപ്പൊ അവിടെ ചില ആൾക്കാർ ചോദിക്കും, കർമ്മയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചില ചോദിച്ചിട്ടുണ്ട്, ഈ കർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാവരും ശരീരം കൊണ്ട് അധ്വാനിച്ച് പ്രവർത്തിക്കണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? ചിലർ ഇന്ന് കർമ്മരംഗങ്ങളൊക്കെ മാറി മനസ്സുകൊണ്ട് അധ്വാനിച്ചാൽ അത് കർമ്മമാകുന്നു. അങ്ങനെ മനസ്സുകൊണ്ട് ചെയ്യേണ്ട പ്രവൃത്തികളുണ്ടല്ലോ, ശരീരം കൊണ്ട് അധികം പ്രവൃത്തി ആവശ്യമില്ലാതെ മനസ്സുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവൃത്തികളുണ്ട്. ഇന്നത്തെ കർമ്മമണ്ഡലങ്ങൾ ശാസ്ത്രത്തിൽ തന്നെ 3 തരത്തിൽ പറയുന്നുണ്ട്. എന്താണ്? ശാരീരം, മാനസികം, വാചികം, 3 തരത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രവൃത്തി എന്ന് പറയുമ്പം ശരീരം കൊണ്ട് പാടത്തിറങ്ങി പണിയെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള അധ്വാനിക്കുന്ന പ്രവൃത്തി, അത് എല്ലാവരും ചെയ്യണമെന്നതിന് നിർബന്ധമുണ്ടോ എന്നൊക്കെ ചെറിയ ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ അത്രയൊരു വിവേചനം ഇവിടെ ഇല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരുവൻ അലസനാകാതിരിക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നു, അതോ മനസ്സുകൊണ്ട് പ്രവർത്തിക്കുന്നു, അതെല്ലാം ഓരോ വ്യക്തികളുടെയും കർമ്മരംഗം അനുസരിച്ച്
അതാണ് നേരത്തെ പറഞ്ഞ എന്താണ് നിയതം വന്നു ചേരുന്ന കർമ്മങ്ങൾ എന്നർത്ഥം. മറ്റൊക്കെ പിന്നെ ശരീരത്തിന്റെ ആവശ്യമാണ്. ശരീരം കൊണ്ട് അധ്വാനിച്ചു കഴിഞ്ഞാൽ ആ ശരീരം ആരോഗ്യത്തോടുകൂടെ ഇരിക്കും. അപ്പൊ അത് കർമ്മയോഗത്തിന്റെ ദൃഷ്ടിയിൽ അതിന് പ്രത്യേകിച്ച് വിശേഷതയോ പ്രാധാന്യമോ ഒന്നുമില്ല. ശരീരം കൊണ്ട് പ്രവർത്തിക്കാതിരിക്കുന്നവന് അതിൻ്റെതായ ദോഷങ്ങൾ ശരീരത്തിൽ വരും. അതുകൊണ്ട് കർമ്മയോഗത്തിന് എന്തെങ്കിലും വിശേഷതയില്ല. അങ്ങനെ ചെയ്യുന്നത് വിശിഷ്ടമാണ്, അങ്ങനെ ചെയ്യാതിരിക്കുന്നത് മോശമാണ്, അങ്ങനെ അഭിപ്രായമുണ്ട്. അപ്പം അവിടെ ഉദ്ദേശിക്കുന്നത് ശരീരമാണോ പ്രവർത്തിക്കുന്നത്, മനസ്സാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ളതല്ല. ഏത് തരത്തിലുള്ള പ്രവൃത്തിയായാലും ശരി, അവിടെ പ്രവൃത്തി നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ശരീരം കൊണ്ടാകാം, മനസ്സുകൊണ്ടാകാം, ശരീരവും മനസ്സും കൊണ്ടാകാം, ഏതെങ്കിലും ഒന്നുകൊണ്ടാകാം. ഏത് തരത്തിൽ ചിന്തിക്കുന്നത് ഒരു പ്രവൃത്തിയാണ്. ചിലരെന്ത് ചെയ്യുന്നു, ബാഹ്യമായി ഒന്നും പ്രവർത്തിക്കുന്നതായി കാണുന്നില്ല, പക്ഷെ അവരുടെ ചിന്ത പ്രവർത്തിക്കുന്നു. നല്ല ചിന്തയെ അവർ സമൂഹത്തിന് കൊടുക്കുന്നുണ്ട്. അതും തീർച്ചയായിട്ടും പ്രവൃത്തി തന്നെയാണ്. ശരീരം കൊണ്ട് പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ ശരീരത്തിന് ദോഷങ്ങൾ വരും. അത് മറ്റൊരു കാര്യമാണ്. അത് കർമ്മയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല. ഇവിടെ അലസത ഒഴിവാക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിൽ കർമ്മയോഗത്തിന് മുഖ്യമായിരിക്കുന്നത് വിവേകത്തിനാണ്. അതുണ്ടായിരുന്നു. അത് ശരീരം കൊണ്ട് പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും മനസ്സുകൊണ്ട് പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും അവിടെ വിവേകം മുഖ്യമായിരിക്കുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ്യകർമ്മണഃ ശരീരയാത്രാദിചതേ ന പ്രസിദ്ധേത കർമ്മണഃ യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗസമാചര യച്ഛമന്യസേ ബന്ധാർത്ഥത്വാത് കർമ്മന കർത്തവ്യമിതി തദപ്യസത്. കഥം യച്ഛമന്യസേ ചിലർ കരുതുന്നുണ്ട് എന്താണ് ബന്ധാർത്ഥത്വാത് കർമ്മന കർത്തവ്യം, കർമ്മം ബന്ധിക്കുന്നതാണോ, അതുകൊണ്ട് കർമ്മം ചെയ്യരുത്, അങ്ങനെ ചിലർ കരുതുന്നുണ്ട്. ചിലർ പറയുമല്ലോ കർമ്മം ചെയ്യുന്നത് കർമ്മവാസനയെ വളർത്തും, അതുകൊണ്ട് കർമ്മം ചെയ്യരുത്, അങ്ങനെ ചിലർ പറയുന്നുണ്ട്. അങ്ങനെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സന്യാസിമാര് പോലും ശുഷ്ക വേദാന്തികളും അങ്ങനെ പറയുന്നുണ്ട്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്ക വേദാന്തികൾ, ശുഷ്ക വേദാന്തി സംസ്കൃതത്തിൽ പറയും. അവരും പറയുന്നുണ്ട്. എന്നുവെച്ചാൽ സ്വതേ തന്നെ അലസപ്രകൃതികളായിരിക്കും. അങ്ങനെ അലസപ്രകൃതിയുള്ള മനുഷ്യർ യാദൃശ്യമായിട്ട് എവിടെന്നെങ്കിലും കുറച്ച് വേദാന്തം കേൾക്കും, വളരെ സന്തോഷത്തോടുകൂടി. കാരണം ഇത് തനിക്ക് പറ്റിയതാണ്, തന്റെ ജീവിതത്തിന് പറ്റിയതാണ്, അധ്വാനിക്കാതെ ശാപ്പിടാം എന്ന് കരുതി ആ വേദാന്തത്തെ സ്വീകരിക്കും. അവരെയാണ് ശുഷ്ക വേദാന്തികളെന്ന് പറയുന്നത്. അത്തരക്കാരാണ് ഇത് പറയുന്നത്. എന്താണ് കർമ്മ ബന്ധാർത്ഥത്വം എന്ന കർത്തവ്യം. ഇത് പൂർവപക്ഷമാണ്, സിദ്ധാന്തമല്ല. ഈ പൂർവപക്ഷത്തെ സിദ്ധാന്തമായി സ്വീകരിക്കും. അവർ പറയും കർമ്മം ചെയ്യരുത്, ബന്ധിപ്പിക്കും. തദപ്യസത്. ഭാഷകാരൻ പറയുന്നത് എന്താണ്, അത് അസംബന്ധമാണ്. നീതി കൂടുതൽ വേറെ തെളിവിന്റെ ആവശ്യമില്ലല്ലോ. ഈ പറഞ്ഞിരിക്കുന്നത് തികഞ്ഞ അസംബന്ധമാണ്. ചിലടത്ത് ഭാഷകാരൻ വളരെ കടുത്ത ശബ്ദം ഉപയോഗിക്കും. ഈ അസത്തെന്ന് മലയാള സംസ്കൃതത്തിൽ പറയുമ്പം നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ലെങ്കിലും ഇത് സംസ്കൃതത്തിൽ ഒരു കടുത്ത ചീത്തയാണ് ഈ അസത്തെന്ന് പറയുന്നത്. അത് അങ്ങനെയുള്ള ചില പദങ്ങളും സഹികെട്ട് ചിലപ്പോൾ ഭാഷകാരൻ ഉപയോഗിക്കും. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് തികഞ്ഞ അസംബന്ധമാണ്. ഇതൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ അടി കിട്ടും. അത്രയും കടുത്ത ഒരു ശബ്ദമാണ് ഈ അസത്തെന്ന് പറയുന്നത് സംസ്കൃതത്തിൽ. നമ്മൾ സാധാരണ വീട്ടിൽ പറയാണല്ലോ അസത്ത എന്ന് പറയുന്നത്. ഇത് അത് കഥം എങ്ങനെയാണ്? കാരണം ഇങ്ങനെയുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല.
ഈ തല തിരിഞ്ഞവരെ ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വളരെ വിഷമം പിടിച്ച കാര്യമാണ്. എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വിപരീത ബുദ്ധികളെ തത്വം ഗ്രഹിപ്പിക്കുക വളരെ പ്രയാസമാണ്. എത്ര സത്സംഗം ചെയ്താലും എത്ര വലിയ മഹാനായ ഗുരു പറഞ്ഞാലും ഭഗവാൻ തന്നെ പറയുന്നു എന്നിട്ട് മനുഷ്യൻ നന്നായിട്ടില്ല. അത് ഒരിക്കലും തലയിൽ കയറത്തില്ല. വിപരീത ബുദ്ധികൾ ഒരിക്കലും എന്ത് പറഞ്ഞാലും അത് അവർ വിപരീതമായിട്ടേ തരും. എന്ത് പറഞ്ഞാലും ഗുണമുള്ള കാര്യം പറഞ്ഞാലും ഇതെല്ലാം ദോഷമായിട്ടേ ചിന്തിക്കത്തുള്ളൂ. ദോഷൈക ദൃക്ക് എന്ന് പറയും. ഏതിനും ദോഷത്തെ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെയുള്ളവരോടത്ത് പറയേണ്ടി വരുമ്പോഴാണ് ഭാഷ കുറച്ച് കടത്തു പോകുന്നത്. ശങ്കരാചാര്യൻ അങ്ങനെ പറഞ്ഞു ചിലടത്ത് പറഞ്ഞിട്ടുണ്ട്, വാലും കൊമ്പുമില്ലാത്ത പോത്തുകളാണെന്നൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതേ ഭാഷ തന്നെ പറഞ്ഞിട്ടുണ്ട്. വാലും കൊമ്പുമില്ല, ബാക്കിയെല്ലാ രീതിയിലും ഒരു പോത്തുകളാണ് എന്ന് പറഞ്ഞാൽ വേറെ അതിൽ കൂടുതൽ എന്ത് പറയാനാണ്? അത്ര കടുത്ത ഭാഷ ഉപയോഗിക്കും. എന്നിട്ടും പ്രയോജനമില്ല, മനസ്സിലാക്കും. വിപരീതമായി ചിന്തിക്കത്തുള്ളൂ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അതിന് തനിക്ക് ഗുണമാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാത്ത ഒരു വിഭാഗമുണ്ട്. അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും പറയുകയാണ്. യജ്ഞാർത്ഥ യജ്ഞോ വൈ വിഷ്ണു ഇത് ശ്രുതേർ യജ്ഞ ഈശ്വര. യജ്ഞത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മം എന്ന് പറഞ്ഞു. അപ്പൊ യജ്ഞം എന്ന് പറയുന്നത് എന്താണ്? യജ്ഞശബ്ദത്തിന് യജ്ഞോ വൈ വിഷ്ണു ശ്രുതി തൈത്രീയ സംഹിതയിൽ പറഞ്ഞിരിക്കുന്നു. ശ്രുതി പറഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് യജ്ഞത്തിന് ഈശ്വരൻ എന്നർത്ഥം കൊടുക്കണം. നമ്മുടെ ഇന്നത്തെ ചുറ്റുപാടുകളിൽ യജ്ഞം എന്ന് പറയുമ്പോൾ സത്കർമ്മങ്ങളെന്ന് എടുക്കാം. മറ്റു സന്ദർഭത്തിൽ ഇവിടെ ഈശ്വരൻ എന്നാണ് അർത്ഥം. ഇനിയും ഒരു യജ്ഞശബ്ദം. യജ്ഞം എന്ന് പറയുന്നത് സത്കർമ്മമാണ്. ഇവിടെ യജ്ഞം എന്ന് പറയുന്നത് ഈശ്വരനാണ്. തദർത്ഥം യത് ക്രിയതേ തത് യജ്ഞാർത്ഥം കർമ്മ. ഈശ്വരാർത്ഥം ചെയ്യുന്ന കർമ്മങ്ങൾ സ്വന്തം അഹന്തയും സ്വന്തം ആഗ്രഹത്തെയും ത്യജിക്കുന്നതിന് വേണ്ടി ഈശ്വരനെ സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ. അതാണ് തദർത്ഥം, ഈശ്വരാർത്ഥം. നമ്മൾ ഈ കർമ്മം ചെയ്തിട്ട് ഈശ്വരൻ അതുകൊണ്ടൊന്നും നേടാനില്ല. ഈശ്വരന് വേണ്ടി, ഈശ്വരന് നൽകാൻ വേണ്ടി നമ്മൾ കർമ്മം ചെയ്യേണ്ട കാര്യമില്ല. മറിച്ച് ഈശ്വര സങ്കല്പം കൊണ്ട് സ്വന്തം കാമനകളെയും സ്വന്തം അഹന്തയും ത്യജിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾ, അതാണ് ഈശ്വരാർത്ഥം ഉള്ള കർമ്മം എന്ന് പറയുന്നത്. ഈശ്വരന് വേണ്ടിയുള്ള കർമ്മം എന്ന് പറയുന്നത്. നമ്മൾ കർമ്മം ചെയ്തിട്ട് പ്രത്യേകിച്ച് ഈശ്വരനെ പ്രീതിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ള കർമ്മങ്ങൾ തസ്മാത് കർമ്മണോ അന്യത്ര അന്യേന കർമ്മണ ലോകോ അയം അധികൃത കർമ്മബന്ധന. അങ്ങനെ അല്ലാതെയുള്ള കർമ്മങ്ങൾ, സ്വാർത്ഥമായി ചെയ്യുന്ന കർമ്മങ്ങൾ, അഹന്ത കൊണ്ട് ചെയ്യുന്നത്, കാമപ്രേരിതമായി ചെയ്യുന്ന കർമ്മങ്ങൾ, ആത്മതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, അത്തരം കർമ്മങ്ങൾ അതാണ് അന്യത്ര അന്യേന കർമ്മണ ലോകോയം അധികൃത. ഈ കർമ്മത്തിന് അധികാരിയായിരിക്കുന്നവരെല്ലാവരും എന്താണ്? കർമ്മബന്ധന, കർമ്മബന്ധനത്തിൽപ്പെട്ടിരിക്കുന്നു. കഹ ബന്ധനം യസ്യ കർമ്മബന്ധനം യസ്യ സ്വയം കർമ്മബന്ധനോ ലോക. അങ്ങനെയുള്ള ലോകരെല്ലാം കർമ്മബന്ധനത്തിൽപ്പെട്ടിരിക്കുന്നു. എന്നതു യജ്ഞാർത്ഥ, ഒരു ഈശ്വരാർത്ഥമായിട്ടല്ല ചെയ്യുന്നത്. യജ്ഞം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം പറഞ്ഞത് ഈശ്വരൻ. അപ്പൊ ഈശ്വരാർത്ഥമായി ചെയ്യുന്ന കർമ്മങ്ങൾ, അല്ലാതെയുള്ള കർമ്മങ്ങൾ കർമ്മബന്ധനമാണ്. ഇവിടെ മുമ്പും ചിലരുടെ സംശയം ചോദിച്ചിട്ടുണ്ട്, ഈശ്വര വിചാരമില്ലാതെ ഒരാൾക്ക് കർമ്മയോഗിയാകാൻ പറ്റുമോ? ഇപ്പൊ എന്ത് തോന്നുന്നു എന്ന് അവർ തന്നെ ചിന്തിച്ചു നോക്കും. അങ്ങനെ പറ്റുമോ? പറ്റത്തില്ല. മറ്റൊരാൾ പറയുന്നതിന് അംഗീകരിക്കേണ്ട, സ്വയം ചിന്തിക്കുക. ഇവിടെ ഇപ്പൊ ഈ ഭാഷ്യകാരന്റെ ഈ വിശദീകരണം കൊണ്ട് ചിന്തിക്കുക. എന്താണ്? അങ്ങനെ അല്ലാതെയുള്ള കർമ്മങ്ങൾ, ഈശ്വരാർത്ഥമല്ലാതെയുള്ള കർമ്മങ്ങൾ എന്താണ്? കർമ്മബന്ധനമാണ്. ഒരാൾ കർമ്മയോഗിയാകണമെങ്കിൽ അയാൾക്ക് ഈശ്വരബോധത്തോടു കൂടിയേ പറ്റും. ഈശ്വരബോധമില്ലാത്തവനൊരിക്കലും കർമ്മയോഗിയാകാൻ പറ്റത്തില്ല. ഈശ്വരാർത്ഥം കർമ്മം ചെയ്യണം. അല്ലാതെയുള്ള കർമ്മങ്ങൾ എന്തുകൊണ്ട്? ഇതിനകത്ത് യജ്ഞാർത്ഥ, ഈശ്വരാർത്ഥമല്ല അത്. അതുകൊണ്ടത് ബന്ധനത്തെ ഉണ്ടാക്കുന്നതാണ്.
അധ തദർത്ഥം യജ്ഞാർത്ഥം കർമ്മ കൗന്ദേയ. അതുകൊണ്ടെന്താണ് ഈശ്വരാർത്ഥം കർമ്മത്തെ അനുഷ്ഠിക്കൂ കൗന്ദേയ, അല്ലയോ അർജുന. ഈശ്വരാർത്ഥം കർമ്മത്തെ അനുഷ്ഠിക്കും. ഈശ്വരാർത്ഥം എന്ന് പറയുമ്പോൾ വാച്യാർത്ഥം കൊടുക്കരുത്. ഈശ്വരന് വേണ്ടി കർമ്മം ചെയ്യുക എന്നുള്ള വാച്യാർത്ഥത്തിൽ നിൽക്കരുത്. അവിടെ ഈശ്വരന് നമ്മുടെ കർമ്മം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ കർമ്മമെല്ലാം വാങ്ങി അവിടെ ഈശ്വരൻ കൂട്ടിവെക്കുന്നില്ല. ഈശ്വരാർത്ഥം എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ അത് ഇനിയും വരുന്ന ഭാഗങ്ങളും ചർച്ച ചെയ്യും. ഈശ്വരാർത്ഥം എന്ന് പറയുന്നത് അവിടെ ഉദ്ദേശിക്കുന്നത് സ്വാർത്ഥത്യാഗമാണ്. മനുഷ്യൻ സഹജമായി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വാർത്ഥത്തിലാണ്. ആ സ്വാർത്ഥത്തെ ഈശ്വരബോധം കൊണ്ട് അവൻ മാറ്റുന്നു. ഈശ്വര സ്മരണ കൊണ്ട് സ്വാർത്ഥത്തെ അവൻ ത്യജിക്കുന്നു. അതാണ് ഈശ്വരാർത്ഥമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നതിന്റെ മുഖ്യമായ ആശയം. അത് പലതരത്തിലും വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവൻ മുക്തസംഗനായി അത് വ്യാഖ്യാനിക്കുന്ന നോക്കുക. കർമ്മഫല സംഘവർജിതനായി, കർമ്മഫലത്തിലുള്ള സംഘത്തെ വർജിച്ചുകൊണ്ട്. കർമ്മഫലത്തിലുള്ള സംഘത്തെ വർജിക്കാനാണ്. ഇവിടെ സാധാരണയായി വരുന്നൊരു ചോദ്യമുണ്ട്. കർമ്മം ചെയ്ത് കർമ്മത്തിന്റെ ഫലത്തെ ഉപേക്ഷിക്കണം. ആൾക്കാർ സാറിന് ചോദിക്കും. കൃഷി ചെയ്തിട്ട് നെല്ല് പാടത്ത് നിന്ന് ഉപേക്ഷിക്കണം, കൊയ്ത് വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കാൻ പാടില്ല. അതാണോ കർമ്മത്യാഗം, കർമ്മഫലത്യാഗം? അതല്ല. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് കർമ്മഫല സംഘം. അതിനാണ് ചെയ്യിക്കുന്നത്. ബാഹ്യമായ കർമ്മഫലത്തെ ബാഹ്യമായി തന്നെ ഉപേക്ഷിക്കലല്ല. നെല്ല് കൃഷി ചെയ്തതിനു ശേഷം ആ പാടത്തിൽ തന്നെ നെല്ലിനെ കളയുകയല്ല. അതല്ല കർമ്മഫലത്യാഗം എന്ന് പറയുന്നത്. പക്ഷെ ആ കൃഷി ചെയ്ത് വിളവ് ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒരാൾ സ്വീകരിക്കുമ്പോഴും കർമ്മഫല സംഘവർജിതനാണെങ്കിൽ അയാൾ കർമ്മയോഗിയാണ്. ബാഹ്യമായ സ്വീകരണമോ ബാഹ്യമായ തിരസ്കാരമോ ന ദ്വേഷ്ടി ന കാംക്ഷതി. അതാണ് കർമ്മയോഗിയുടെ മാനസിക നില. അപ്പൊ ബാഹ്യമായി ആ കർമ്മഫലത്തെ അയാൾ സ്വീകരിച്ചു കഴിഞ്ഞാലും, അതായത് പാകം ചെയ്തു കഴിഞ്ഞിട്ട് ആ ഭക്ഷണത്തെ ഉപേക്ഷിക്കുന്നത് കൊണ്ട് ഒരിക്കലും ഒരാൾ കർമ്മത്യാഗിയാകുന്നില്ല. തനിക്ക് കിട്ടേണ്ടത്, തനിക്ക് അർഹമായിരിക്കുന്ന ഒന്നിനെ ഉപേക്ഷിക്കുന്നതല്ല കർമ്മഫലത്യാഗം. ത്യാഗമാണെന്ന് വിചാരിച്ച് ചെയ്യരുത്. അങ്ങനെ ഉപേക്ഷിച്ച് കളയരുത്. മറിച്ച് കർമ്മഫല സംഘത്തെയാണ് വർജിക്കേണ്ടത്. അയാൾ ആ കർമ്മഫലത്തെ, പാകഫലമായ അന്നത്തെ അയാൾ അനുഭവിക്കുമ്പോഴും അയാൾ മനസ്സ് അസക്തമായ നിലയിലിരിക്കുന്നു. ആ കർമ്മഫല അനുഭവം അയാളുടെ ഉള്ളിൽ സുഖദുഃഖ പരിണാമങ്ങളെ സൃഷ്ടിക്കുന്നില്ല. അത് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതാണ് കർമ്മഫലത്തിന് സംഘമില്ലാതിരിക്കുക എന്ന് പറയുന്നത്. ഇനി അവശ്യം ഭാവിയായി സുഖദുഃഖങ്ങൾ ഉണ്ടായാൽ പോലും അതിൽ അയാൾ ബന്ധിതനായി തീരുന്നില്ല. അതിൽ അയാൾ ഹർഷവിഷാദങ്ങളെ ഉണ്ടാക്കുന്നില്ല. അതും മുമ്പ് ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് കർമ്മഫല സംഘവർജിതൻ എന്ന് പറയുന്നിടത്ത് ജോലി ചെയ്തിട്ട് പ്രതിഫലം പറ്റാതിരിക്കുക, അല്ലെങ്കിൽ പ്രതിഫലം കൊടുക്കാതിരിക്കുക എന്നൊന്നും അതിന് അർത്ഥമില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പലരും അങ്ങനെ പുസ്തകങ്ങൾ വരെ എഴുതിയിട്ടുണ്ട്. ജോലി ചെയ്തിട്ട് കൂലി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കർമ്മയോഗം പഠിപ്പിക്കുന്നത് എന്ന്. അത് ഇതുകൊണ്ട് യാതൊരു ബന്ധവുമില്ല. ജോലി ചെയ്യുക, അല്ലെങ്കിൽ ന്യായമായ കൂലി ചോദിച്ചു വാങ്ങുക, അല്ലെങ്കിൽ ന്യായമായ കൂലി കൊടുക്കുക, അതിന് പകരം കർമ്മയോഗം ഉപദേശിക്കാൻ ഗീതയിൽ പറയുന്നില്ല. മറിച്ച് പറയുന്നുണ്ട് കർമ്മഫല സംഘത്തെ വർജിക്കാനാണ് പറയുന്നത്. അതാണ് വർജിക്കേണ്ടത്. അത് ആ യാഗം എന്ന് പറയുന്നത്
ബാഹ്യമായിട്ടുള്ള തികച്ചും മാനസികമാണ്. മനസ്സിന്റെ സമനിലയിലാണ് ആ ത്യാഗം അവസാനിക്കുന്നത്. സൻ സമാചര, അങ്ങനെയുള്ള കർമ്മഫല സംഘവർജിതനായി സമാചര എന്ന് വെച്ചാൽ കർമ്മങ്ങളെ ശരിയായി അനുഷ്ഠിക്കൂ, നിർവർത്തയ എന്ന് വ്യാഖ്യാനിക്കുന്നു. കർമ്മങ്ങളെ ശരിയായി തന്നെ ചെയ്യൂ എന്നാണ്. അല്ല കർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ പറയുന്നില്ല, ഫലത്തെ ബാഹ്യമായി സ്വീകരിക്കരുതെന്നും പറയുന്നില്ല. കർമ്മമുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ ഫലവും ഉണ്ടായിരിക്കും. അതിനോട് ഒരു തരത്തിലും മനസ്സുകൊണ്ട്, മനസ്സിന്റെ ആകാംക്ഷ കൊണ്ട് അതിനോട് ജീവനെ ബന്ധിപ്പിക്കരുത്. അതാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. മറ്റ് കർമ്മവും അതിന്റെ ഫലവും എല്ലാം നടന്നോട്ടെ. പാകം ചെയ്തു കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാവും, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തൃപ്തിയും ഉണ്ടാവും. ഇത് പ്രകൃതിയുടെ നിയമമാണ്. ഈ പ്രകൃതിയുടെ നിയമത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഭംഗം ഉണ്ടാക്കുന്നതല്ല കർമ്മയോഗം. അതും പ്രത്യേകം പറയുന്നു. പക്ഷെ അതിനോടെല്ലാം പാകത്തിനോടായാലും പാകഫലമായ അന്നത്തിനോടായാലും അന്ന ഭോജനത്തിന്റെ ഫലമായ തൃപ്തിയോടും തന്റെ അഹന്തയെ ബന്ധിപ്പിക്കുന്നിടത്താണ് കർമ്മയോഗം നഷ്ടപ്പെടുന്നത്. അതിനെല്ലാം മമത ഉണ്ടാക്കുന്നിടത്താണ് കർമ്മയോഗം നഷ്ടപ്പെട്ടു പോകുന്നത്. അല്ലാതെ ഈ മൂന്ന് കാര്യത്തിൽ കർമ്മം, അതിന്റെ മുഖ്യഫലം, അതിന് വരുന്ന മറ്റവാന്തര ഫലം, ഇതെല്ലാം ബാഹ്യമായ ഒരാൾ സ്വീകരിക്കുകയോ തള്ളിക്കളയോ എന്നുള്ളിടത്തല്ല കർമ്മയോഗം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കർമ്മഫല സംഘവർജിതനായി സമാചര എന്ന കർമ്മങ്ങളെ നല്ലവണ്ണം ചെയ്യൂ, നല്ലവണ്ണം അനുഷ്ഠിക്കൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കർമ്മയോഗത്തെക്കുറിച്ച് വേറെ ചില ചോദിക്കും. ആ കർമ്മയോഗത്തിൽ ആ കർമ്മം എങ്ങനെ ചെയ്യണം? കർമ്മത്തിൽ പൂർണ്ണത ആവശ്യമാണോ? ബാഹ്യമായിട്ടുള്ള കർമ്മത്തിൽ ശ്രദ്ധ ആവശ്യമാണോ? അങ്ങനെ അല്ലാതെ ചെയ്താലും അത് കർമ്മയോഗമാകുമോ? അതെല്ലാം എന്താണ്? കർമ്മത്തിന്റെ നിയമത്തിന് വിടുക. കർമ്മങ്ങൾ എങ്ങനെയാണോ ചെയ്യേണ്ടത് അതേ രീതിയിൽ തന്നെ ചെയ്യുക. അത് ശ്രദ്ധ ആവശ്യമുള്ളിടത്താണെങ്കിൽ അത് ശ്രദ്ധയോടുകൂടി ചെയ്യുക. ശ്രദ്ധ ആവശ്യമില്ലെങ്കിൽ അങ്ങനെ ചെയ്യുക. ആ ഭാഗത്തേക്ക് കർമ്മയോഗം സ്പർശിക്കുന്നു. അതെല്ലാം കർമ്മത്തിന്റെ രീതി അനുസരിച്ച് തന്നെ ചെയ്യുക. എങ്ങനെയാണോ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ശാസ്ത്രങ്ങളുടെ നിലപാട് എങ്ങനെയോ അതനുസരിച്ച് തന്നെ ചെയ്യുക. പക്ഷെ ഏറ്റവും ശ്രദ്ധ ആവശ്യമായിരിക്കുന്നത് ആ കർമ്മത്തോടുള്ള മനോഭാവത്തിനാണ്, മനസ്സിന്റെ നിലയ്ക്കാണ്. മനസ്സിലാണ് കർമ്മയോഗം, മനസ്സിന്റെ നിലയിലാണ് കർമ്മയോഗം സ്ഥിതി ചെയ്യുന്നത്. അതാണ് മുഖ്യം കർമ്മയോഗം. അതാണ് ഇവിടെ പറയുന്നത്. ഇനി ആ ശ്ലോകത്തിൽ നോക്കുക. കൗന്ദേയ, അല്ലയോ അർജുന, യജ്ഞാർത്ഥാ കർമ്മണഃ അന്യത്ര. യജ്ഞാർത്ഥ ഈശ്വരാർത്ഥമായ കർമ്മണഃ അന്യത്ര, കർമ്മം ഒഴികെയുള്ള കർമ്മങ്ങൾ അയം ലോകഃ കർമ്മബന്ധനഃ, ഈ ലോകർ കർമ്മബന്ധിതരായിരിക്കുന്നു. അതുകൊണ്ട് തദർത്ഥം ഈശ്വരാർത്ഥമായി മുക്തസംഗനായി കർമ്മസമാചര, കർമ്മങ്ങളെ നല്ലവണ്ണം അനുഷ്ഠിക്കൂ, കർമ്മങ്ങളെ നല്ലവണ്ണം ചെയ്യൂ. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗസമാചര.